നമ്മൾ ഒന്നാം റൗണ്ട് പൂർത്തീകരിക്കണമെങ്കിൽ ഓഡിയൻസിലേക്ക് കൂടി പറയേണ്ടതുണ്ട്. ഒന്നാം ഘട്ടത്തിൽ നമ്മൾ ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിയിട്ടാണ് ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോൾ ഭരണസമിതി അംഗങ്ങളാണ് നമ്മളോട് സംബന്ധിച്ച 2 പേർ, മറ്റൊരാൾ BJPയുടെ പ്രതിനിധിയാണ്. അപ്പോൾ ഭരണ സാരഥ്യം വഹിച്ച 2 പേര് തന്നെ കുറേ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു. നമുക്ക് പ്രതികരിക്കാനുള്ള സമയമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കോ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിലേക്കോ ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല, അത് അടുത്ത ഘട്ടത്തിലാണ്. ഇപ്പോൾ പഞ്ചായത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ച് പ്രസിഡന്റ് തന്നെ പറഞ്ഞു. 2 പാർട്ടിയുടെ അംഗങ്ങൾ അതിനോട് പ്രതികരിച്ചതും നമ്മൾ കേട്ടു. അപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ സംക്ഷിപ്തമായി പറയുക, ദീർഘമായി സംസാരിക്കാതെ പോയിന്റ് പറയുക. ഇതുവരെ ചെങ്ങോട്ടുകാവ് പഞ്ചായത്ത് ഭരിച്ചത് LDFും UDFും മാറി മാറി ഭരിച്ചതാണ്. നമുക്ക് ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യാത്രാ ദുരിതം അനുഭവിക്കുക ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിലെ ഭൂരിഭാഗം പേരും. എന്തായാലും നമ്മൾ കൊയിലാണ്ടിയിലേക്ക് പോകണമെങ്കിൽ അണ്ടർപാസ് കടന്ന് അപ്പുറം പോകണം, അവിടുന്ന് ചുറ്റി വളഞ്ഞ് പോകണം. ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിൽ ഒരു ഭാഗത്തില്ല. പക്ഷേ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നമുക്കൊരു പഞ്ചായത്ത്, നേരത്തെ ഒരു പഞ്ചായത്ത് സ്വന്തം സ്ഥലവും ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അതായത് ഈ നാരായണൻ നായർ MLA ആയ സമയത്ത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പഞ്ചായത്തിൽ ഇപ്പോൾ ഇതിലേക്ക് കൊടുത്തതാണ്, വാങ്ങിക്കൊടുത്തതാണ്. അവിടെയാണ് പഞ്ചായത്തിൻ്റെ സ്ഥലവും ബിൽഡിംഗ് വന്നത്. പഞ്ചായത്തിൻ്റെ ബിൽഡിംഗ് സ്ഥലവും അത് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് അത് ഏറ്റെടുത്തു. പക്ഷേ അതിൻ്റെ പണം നമ്മുടെ പഞ്ചായത്തിന് ലഭ്യമായിട്ടില്ല. കാരണം അതിൻ്റെ യാതൊരു റെക്കോർഡിക്കലും നമ്മുടെ കൈവശമില്ല എന്നതാണ് അതിൻ്റെ ദുരിതാവസ്ഥ. അതുകൊണ്ടാണ് കിട്ടാതെ പോയിരുന്നത്. അതിന് ഉത്തരവാദികൾ കഴിഞ്ഞ കാലങ്ങളിൽ ഭരിച്ച UDFും LDFും. അതേമാതിരി തന്നെ ഇതിൻ്റെ ഹൈവേയുടെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയത് 2018. 2019 അതിൻ്റെ ഒരു ഔട്ട്ലൈൻ രേഖ വന്നു. അപ്പോൾ UDFാണ് ഭരിച്ചത്. അപ്പോൾ പറഞ്ഞു, ഞാൻ അന്നത്തെ പ്രസിഡന്റോട് പറഞ്ഞു, നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ, പഞ്ചായത്തിലെ യാത്രാ ദുരിതവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ നമ്മൾ അവരുടെ ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞു. ആരും ബോധ്യപ്പെടുത്തിയില്ല. നേരെ വീണ്ടും ആ റോഡ് ഹൈവേ വികസനം വന്നു. നമുക്ക് ഇവിടെ ഒരു അണ്ടർപാസ് ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിൽ കിട്ടിയില്ല. പക്ഷേ പയ്യോളിയിൽ അവർ അണ്ടർപാസ് നേടിയെടുത്തു. റോഡ് പ്ലാനിങ് കഴിഞ്ഞു, റോഡ് പണി തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു പകുതിയോളം 50% പണി കഴിഞ്ഞാൽ തന്നെ അവിടെ അണ്ടർപാസ് നേടിയെടുത്തു. പക്ഷേ നമ്മുടെ പഞ്ചായത്തിന് ഒരു അണ്ടർപാസ് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതായത് നമ്മുടെ ഒരു ഇച്ഛാശക്തി ഇല്ലാത്ത ഒരു പഞ്ചായത്ത്, അതേമാതിരി ഒരു ദീർഘവീക്ഷണമില്ലാത്ത ഒരു പഞ്ചായത്ത്, ഇത്തരം ഒരു കെടുകാര്യസ്ഥതയുള്ള പഞ്ചായത്ത്, ഈ 3 എണ്ണത്തിൽ നമുക്ക് മാർക്ക് നൽകാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ല പഞ്ചായത്തിനുള്ള മാർക്ക് നമ്മുടെ ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിന് കിട്ടണമെന്ന് വളരെ ദുഃഖത്തോടു കൂടിയിട്ടാണ് ഈ കാര്യം പറയുന്നത്. താങ്കൾ ചോദിച്ചാൽ LDF UDF രണ്ടും പറഞ്ഞു. ഇപ്പോൾ രേഖകളില്ലാത്തത് നിങ്ങൾ UDFിനോടാണോ LDFിനോടാണ് ചോദിക്കുന്നത്? കാരണം അങ്ങനെ ഞാൻ ചോദിക്കാൻ കാരണം, ഇപ്പം ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിൻ്റെ ഒരു ചരിത്രത്തിൽ ദീർഘകാലം ഭരിച്ചത് UDF ആണ്. ഇപ്പോൾ ആദ്യമായിട്ടാണ് LDFിൻ്റെ ഭരണം കഴിഞ്ഞ 5 വർഷം. അതിനു മുമ്പ് LDF UDFിൻ്റെ ഒരു ഭാഗത്തെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു 5 വർഷത്തെ ഭരണമുണ്ട്. അപ്പം നിങ്ങൾ ഏത് ആൾ മറുപടി പറയണമെന്ന് കൃത്യമായി വ്യക്തമാക്കിയാൽ അവർ അതില്ലേ. ഇപ്പോൾ ഏറ്റെടുത്ത സ്ഥലം UDF ഭരിക്കുമ്പോൾ അവിടെ ഒരു UDF LDFിൻ്റെ ഒരു ഭരണം ഉണ്ടായിട്ടുണ്ട്. ഏത് കാലഘട്ടത്തിലാണ് അത് നഷ്ടപ്പെട്ടതെന്ന് സാധാരണ ജനങ്ങൾക്ക് അറിയില്ല. അപ്പം സാധാരണ ജനങ്ങളുടെ മുമ്പിൽ ഈ 2 മുന്നണികളാണ് ഇതുവരെ ഭരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രേഖ, റവന്യൂ രേഖ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഞങ്ങൾക്കറിയില്ല, അവർ തീരുമാനിക്കട്ടെ. ഇപ്പോൾ നേരത്തെ നമ്മുടെ ഇപ്പോൾ ഇത്ര വരെ ചർച്ച ചെയ്തത് ഒരു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര നേരം നമ്മൾ ചർച്ച ചെയ്തു. പക്ഷേ ജനകീയ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റിയിട്ടില്ല, ജനങ്ങളെ സംബന്ധിക്കപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഈ ചോദ്യത്തിന് മറുപടി പറയുന്നത് ആദ്യമായിട്ട് നമ്മൾ മിസ്റ്റർ രമേശനോട് അഭ്യർത്ഥിക്കുകയാണ്. ഏതായിരുന്നാലും ഞാനും പറയാവുന്നൊരു കാര്യമായിരുന്നു. പക്ഷെ എന്തായിരുന്നാലും BJPയുടെ പ്രതിനിധി പറഞ്ഞത് നന്നായി. ചോദ്യം ശരിക്കും എന്നോടല്ല വേണ്ടത്, ഇപ്പോൾ ഭരിക്കുന്നവരോടാണ് ചോദിക്കേണ്ടത്. പക്ഷെ ഞാനതിന് മറുപടിയും പറയാം. പഞ്ചായത്ത് അവിടെ ഉണ്ടാക്കിയിരുന്ന കെട്ടിടത്തിനൊക്കെ തന്നെ പഞ്ചായത്തിൽ നമ്പറുണ്ട്, രേഖയുമുണ്ട്. രേഖയില്ലാതെ നമ്പർ ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മളെ വീടുകൾക്കൊക്കെ നമ്പർ ഉണ്ടായാൽ നമ്മുടെ അടുത്തുള്ള ആധാരം മാത്രമാണോ? പോലും നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ പോലും നിങ്ങളോട് ചോദിക്കില്ല, എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ പെർമിഷൻ എടുക്കേണ്ടതെന്ന് ചോദിക്കില്ലേ? അപ്പം കൃത്യമായ രേഖ പഞ്ചായത്തിലുണ്ട്. മാത്രമല്ല, ഭരണകർത്താക്കൾ പോകുമ്പോൾ പഞ്ചായത്തിലെ രേഖ എടുത്തല്ല പോവുക. ഇത് സൂക്ഷിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ്. കാലാകാലം മാറി വരുന്ന ഭരണസമിതി മേൽനോട്ടം വഹിക്കുകയും വേണം. അതാണ് അതിന് ഉത്തരം. മറ്റൊന്ന്, ഇതിന് പണം കിട്ടിയില്ല എന്ന് പറഞ്ഞത് ശരിയല്ല. പണം കിട്ടിയിട്ടുണ്ട്. NH പൈസ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള NH പൈസ കൊടുക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്ന് ആവശ്യപ്പെടുകയും വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പൈസ വാങ്ങിയെടുക്കാൻ പഞ്ചായത്ത് അലംഭാവം കാണിച്ചു എന്നുള്ളതാണ് സത്യം.
അത് എൻ്റെ അറിവ് 45 ലക്ഷത്തിൽ മേലെ ഉണ്ട് എന്നാണ് അനുവദിച്ച പൈസ. നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്കറിയാം, ഈ വിഷയം അറിയാതെയല്ല സംസാരിക്കുന്നത്. അത് ബിൽഡിങ്ങിന് മാത്രമാണ് കിട്ടിയത്. ബിൽഡിങ്ങിന് ഓൾറെഡി നമ്പർ ഉണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ ആ സ്ഥലത്തിന്, റവന്യൂ സ്ഥലത്തിന്, ആ നമുക്ക് അന്ന് വാങ്ങിക്കൊടുത്ത ആ സ്ഥലത്തിന് പൈസ കിട്ടിയിട്ടില്ല. അത് നിങ്ങൾ പിന്നെ അത് അംഗീകരിക്കണം. ഈ തമ്മാവിൽ രണ്ടുപേരും ഒത്തു കളിക്കുക എന്നുള്ള കാര്യത്തിൽ ഈ കാര്യത്തിൽ പറ്റില്ല. നിങ്ങൾ ഒത്തു കളിച്ചോളൂ, പക്ഷേ അത് പഞ്ചായത്തിൻ്റെ വികസനത്തിൽ ഒത്തു കളിക്കേണ്ട എന്നാണ് എനിക്ക് പറയാൻ. എന്നാൽ അത് പുറമ്പോക്ക് ഭൂമിയാണ്, സർക്കാർ പതിച്ചു നൽകിയ സ്ഥലമായിരുന്നു അത്, അല്ലാതെ സ്വകാര്യ വ്യക്തിയിൽ നിന്ന് വാങ്ങിയതല്ല. അതുകൊണ്ട് തന്നെ പിന്നെ അതിന് നമുക്ക് ബിൽഡിങ്ങിന് പൈസ മാത്രമേ പാസ്സായിട്ടുള്ളൂ. പക്ഷെ അത് വാങ്ങാനുള്ള ചങ്കൂറ്റ് ഞങ്ങൾക്ക് ഉണ്ടായില്ല. അത് എനിക്കും കൂടി ഒരു കുറ്റബോധമുണ്ട്. കാരണം ഭരണസമിതി എവിടെയാണ് ഈ പൈസ ഉള്ളതെന്ന് ഭരണസമിതിക്ക് അറിയാത്തൊരവസ്ഥയാണ് ഇന്നിപ്പോൾ ഉള്ളത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 45 ലക്ഷത്തോളം രൂപ NH ഇതിന് പാസ്സാക്കി കൊടുത്തിട്ടുണ്ട്. അത് വാങ്ങിയെടുക്കാൻ കഴിയുകയോ അത് നഷ്ടപ്പെട്ട മൃഗാശുപത്രി, ഹോമിയോ ആശുപത്രി ഉണ്ടാക്കുവാനുള്ള ഫണ്ട് അതിലുണ്ട്. അത് വാങ്ങിയെടുക്കുകയോ ചെയ്തില്ല. എന്ന് മാത്രമല്ല, ഹോമിയോ ആശുപത്രി, മൃഗാശുപത്രി ഇപ്പം വാടക കെട്ടിടത്തിൽ സ്ഥിതി ചെയ്യുകയും ചെയ്യാൻ. അത് ഈ ഭരണസമിതിയുടെ പോരായ്മ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഏത് മേഖല എടുത്ത് പരിശോധിച്ചാൽ, നമുക്ക് ഓരോ മേഖലകൾ പറയുന്നതിനനുസരിച്ച് എടുത്ത് പരിശോധിച്ചാൽ അതിനുണ്ടാവും. പിന്നെ ആദ്യം നിങ്ങൾ സൂചിപ്പിച്ച NHൻ്റെ ഒരു വിഷയം സൂചിപ്പിച്ചു, മാറി മാറി വന്ന. അങ്ങനെയാണെങ്കിൽ ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിൽ മാത്രമല്ല ഈ തടസ്സങ്ങളുടെ പേരിൽ സമരം നടക്കുന്നത്. കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി കുഞ്ഞോറ മലയിലൊക്കെ പ്രശ്നങ്ങൾ കാരണം എത്രയോ ദിവസങ്ങളോളം ജനങ്ങൾ അവിടെ സമരം ചെയ്യുന്നുണ്ട്. അത് അന്നത്തെ ഭരണസമിതിയുടെ കുഴപ്പം കൊണ്ടായിരുന്നോ? അപ്പോൾ മാത്രവുമല്ല, നമുക്ക് നേരത്തെ തന്നിട്ടുള്ള വിവരം ഇവിടെ ലോറി ബൈണ്ട് സർക്കിൾ ഉണ്ടെന്നൊക്കെയായിരുന്നു. പിന്നീട് ഇത് എപ്പോൾ എങ്ങനെ മാറ്റി എന്നുള്ളത് നമുക്കറിയില്ല. അത് പോയി പരിശോധിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ്. അത് പരിശോധിച്ചില്ല എന്ന് മാത്രമല്ല, അവിടുത്തെ വാർഡ് മെമ്പർ തസ്ലീന നാസർ ഈ ഒരു വിഷയം വന്നപ്പോൾ ജനകീയ സമിതി വിളിച്ചു ചേർത്തു. ജനകീയ സമിതി വിളിച്ച് സമരപരിപാടിയായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അതിന് ചെയർമാനായി പഞ്ചായത്ത് പ്രസിഡൻ്റെ ചെയർമാനും വാർഡ് മെമ്പർ കൺവീനറായിക്കൊണ്ടൊരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ പ്രവർത്തനം പിന്നെ ചെയർമാൻ ഇതുവരെ വിളിക്കാനുള്ള സമയം കൊടുക്കുകയോ ചെയ്തിട്ടില്ല. അത് ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ജൂൺ 2-ാം തീയതി ആകുമ്പോഴത്തേക്കും അവിടുന്ന് ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി അവിടെ 2 വേ ആക്കുന്ന സംവിധാനം NH ചെയ്തു തരും എന്ന ഉറപ്പാണ് വന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞത് ജൂൺ 2-ന് മുമ്പായി. അപ്പോൾ ഇനി എത്ര മാസമായി എന്നൊക്കെ നിങ്ങൾ കണക്കൂട്ടിക്കൊള്ളുക. എന്തായാലും ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇവിടെ ഉയർന്നു വന്ന ഒരു പ്രശ്നത്തിന് അതിൻ്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത മിസ്റ്റർ രമേശൻ പറഞ്ഞപ്പോൾ നമുക്കുണ്ടായി എന്ന് തോന്നുന്നു. അതിൻ്റെ കെട്ടിടത്തിൻ്റെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡന്റ് വിശദീകരിക്കും. നമുക്ക് നമ്പർ ഉണ്ട് എന്ന് പറയുന്നുണ്ട്, പക്ഷേ പഞ്ചായത്തിൽ അതിൻ്റെ ഒരു രേഖ നമുക്ക് ഹാജരാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ആ ഫണ്ട് നമുക്ക് ലഭിക്കാതിരിക്കാനുള്ള കാരണം. ഇപ്പം രമേശ് ചേട്ടൻ തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, അത് പുറമ്പോക്ക് ഭൂമിയായിരുന്നു. ഇതുവരെ പറഞ്ഞിരുന്നത് അതിൻ്റെ സ്ഥലവും ബിൽഡിങ്ങിൻ്റെയും പൈസ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് എവിടെയാണെന്ന് അറിയില്ല എന്നൊക്കെയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിലും വന്നു കഴിഞ്ഞു. അത് രമേശേട്ടൻ തന്നെ ഇവിടെ വിശദീകരിച്ചു. അത് പുറമ്പോക്ക് ഭൂമി ആയിരുന്നത് കൊണ്ട് തന്നെ അതിന് പൈസ കിട്ടില്ല, പക്ഷേ ബിൽഡിങ്ങിന് നമ്പർ ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ രമേശേട്ടൻ അത് അവിടുത്തെ സ്റ്റാഫിൻ്റെ ഇതിലേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഭരണസമിതി പോകുന്ന സമയത്ത് ഒന്നും കൊണ്ടുപോകുന്നില്ല, അതൊക്കെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ പഞ്ചായത്ത് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ അതിൻ്റെ രേഖ ഉണ്ടാവേണ്ടേ? അവിടെ ഈ ഒരു പഞ്ചായത്തിലേക്ക് മാറ്റിയ സമയത്ത് അവിടെയുള്ള രേഖകളെല്ലാം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ ആ രേഖ ഇല്ല? ആ രേഖ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ നിരന്തരം ഈ ഒരു കോമത്തുകാർ അവിടെ ഒരു കുറുവങ്ങാട് ആ സൈഡിൽ ഒരു NHൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നു, അവിടെ പോയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഫണ്ടിൻ്റെ ആവശ്യാർത്ഥം നിരവധി തവണ പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു രേഖയും അവിടെ ഹാജരാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അതിൻ്റെ ഫണ്ട് ലഭിക്കാത്തത്. പുറമ്പോക്ക് ഭൂമിയിൽ എങ്ങനെ ബിൽഡിങ്ങിന് പെർമിഷൻ കിട്ടും? ഒന്ന്, പുറമ്പോക്ക് ഭൂമിയാണെന്ന് സൂചിപ്പിച്ചു. പുറമ്പോക്ക് ഭൂമിയിൽ പഞ്ചായത്ത് ബിൽഡിംഗ് പെർമിഷൻ കൊടുക്കാറുണ്ടോ? ഒരു കാര്യം, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഈ നാരായണൻ നായർ പഞ്ചായത്ത് തദ്ദേശ ഭരണ സ്ഥാപനത്തിന് തദ്ദേശത്തിന് നൽകിയ ഇതാണ്. അതിൻ്റെ രേഖകളുണ്ട്, റവന്യൂ രേഖകളുണ്ട്. ആ രേഖകൾ ഇത് വാങ്ങണമെന്നില്ല, ആധാരമല്ല ചോദിക്കുന്നത്. അവിടുന്ന് ഇങ്ങനെ എത്ര സെൻറ്റ് കൈമാറി തദ്ദേശ വകുപ്പിന് കൈമാറി എന്ന രേഖകളുണ്ടല്ലോ. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൈമാറുമ്പോൾ അതിനൊരു രേഖ ഉണ്ടാവും.
ഇതെല്ലാം സാധാരണ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ പറ്റില്ല. ഞങ്ങൾ നല്ല ബോധ്യമുള്ളതുകൊണ്ട് പറയുകയാണ്, ഇതിൻ്റെ രേഖകൾ ഞങ്ങൾക്ക് ഉണ്ട് എന്ന് നേരത്തെയുള്ള ആളുകൾ, മുൻകാലത്തുള്ള ആളുകൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യം അറിഞ്ഞത്. അത് നമുക്ക് ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. നേരത്തെ ഇപ്പോൾ മെമ്പർ പറഞ്ഞു ഞങ്ങൾ പൈസ കിട്ടാത്തത് ഇതിൻ്റെ രേഖകൾ ഹാജരാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഈ നഷ്ടം ചെങ്കോട്ടുകാവ് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് നഷ്ടമാണ്. അല്ലാണ്ട് പഞ്ചായത്തിൻ്റെ ഇവരിതിന് കാരണം പറഞ്ഞ് അല്ലെങ്കിൽ മറുപടി പറയുക എന്നുള്ളതല്ല. ഈ പഞ്ചായത്ത് നഷ്ടപ്പെടുത്തിയ തുക അത് അവർ അംഗീകരിച്ചാൽ മതി. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. നഷ്ടപ്പെട്ടത് തന്നെയാണെന്ന് പറയണം. ചോദ്യം വളരെ ക്ലിയറാണ്. സ്ഥലത്തിന് കൂടി പൈസ കിട്ടേണ്ടതുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. മിസ്റ്റർ രമേശൻ അതിനു കൂടി മറുപടി പറയും. അതായത് പുറമ്പോക്ക് ഭൂമി പതിച്ചു തന്നതിന് പഞ്ചായത്തിൽ രേഖകളുണ്ട്. അങ്ങനെയാണല്ലോ ബിൽഡിംഗ് എടുക്കുക. ആസ്തിയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അതൊക്കെ ഉണ്ടായിരിക്കണമല്ലോ. ആസ്തിയിലുള്ള ഒരു സ്ഥാപനമാണ് NH അതോറിറ്റി പൊളിച്ചു മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രേഖയില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നത് അർത്ഥമില്ല. ബിൽഡിങ്ങിലെ പണം നമുക്ക് കിട്ടും. മറ്റേ സർക്കാർ ഭൂമി ആയതുകൊണ്ട് അത് കിട്ടാതെ പോയതും ബിൽഡിങ്ങിലെ പൈസ നമുക്ക് കിട്ടും. 45 ലക്ഷം രൂപത്തിൽ സംതിങ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം. അത് കിട്ടാതെ പോയത് അവിടെ ആസ്തിയിലുള്ള ഒരു സാധനത്തിൻ്റെ രേഖ പഞ്ചായത്തിൽ ഇല്ല എന്ന് പറഞ്ഞത് അത് പിടിപ്പ് കേടായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുള്ളൂ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ആ പഞ്ചായത്തിൻ്റെ ആസ്തി എത്രത്തോളം വർദ്ധിക്കുന്നു അതാണ് ആ പഞ്ചായത്തിൻ്റെ വികസനം. അതിനെ വിലയിരുത്തുന്നത് അങ്ങനെയാണ്. അതിൻ്റെ ആസ്തി എത്രത്തോളം ഉണ്ട് എന്ന് നോക്കിയിട്ടാണ്. പഞ്ചായത്തിൻ്റെ ആസ്തി സംരക്ഷിക്കേണ്ട ചുമതല അത് ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് തന്നെയാണ് തീർച്ചയായിട്ടും. ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിൻ്റെ ആസ്തിയിൽപ്പെട്ട പഞ്ചായത്ത് കെട്ടിടം അത് പൊളിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് അത് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഭരണപരാജയം. ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ ഉണ്ടാക്കിയ പാവറവയൽ പൊയിൽക്കാവ് തോട്, ആ തോടിന് ഉപയോഗിച്ച കരിങ്കൽ ഏതാണ്ട് 60ഓളം ലോഡ് കരിങ്കൽ ഇന്നത്തെ വിലയ്ക്ക് കണക്കൂട്ടിയാൽ അറിയാം. ആ കരിങ്കൽ മുഴുവൻ പഞ്ചായത്തിൻ്റെ ആസ്തിയിൽപ്പെട്ടതാണ്. അത് മുഴുവൻ ഈ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ അത് എടുത്തുകൊണ്ടിരിക്കുന്നു. ചെങ്ങോട്ടുകാവ് പഞ്ചായത്ത് ഉണ്ടാക്കിയ വെയിറ്റിംഗ് ഷെഡുകൾ അത് NHA അധികൃതർ പൊളിച്ചു മാറ്റി. അതിനെതിരെയൊന്നും ഒരു ചെറുവിരൽ പോലും അനക്കാത്തത് പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥതയുടെ 1-ാം നമ്പർ ഉദാഹരണമായി അത് തന്നെ ചൂണ്ടിക്കാണിക്കാം. റോഡ് പൊളിച്ച് കൊണ്ടുപോയതിന് ശേഷമാണ്, കല്ല് കൊണ്ടുപോയതിന് ശേഷമാണ് വിളിച്ച് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ചെന്ന് നോക്കുകയും അതിൻ്റെ ആളുകളോട്, അവിടെ പണിയെടുക്കുന്ന ആളുകളോട് ഇത് പഞ്ചായത്തിൻ്റെ ആസ്തിയാണ്, ഇത് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ അറിയുന്ന സമയത്തേക്ക് അത് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് പഴയ പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട് ഇപ്പം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് അവിടെ രേഖയില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അറിവ്. ഇനി രമേശ് ചേട്ടന് അത് പഞ്ചായത്തിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ആ ഫണ്ട് ലഭിക്കുമെന്നുള്ളതാണ്. നമ്മൾ പലതവണ പഞ്ചായത്തിൽ അതിൻ്റെ തിരയലും കാര്യങ്ങളും നടത്തിയിട്ടുള്ളതാണ്. ആ രേഖ പഞ്ചായത്തിൽ ഇല്ലാത്തത് ആസ്തിയിലുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ വേണ്ട രേഖകൾ ഹാജരാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആദ്യം പറഞ്ഞത് സ്ഥലത്തിനും പൈസ കിട്ടുമെന്നായിരുന്നു. പിന്നെ ആ സ്ഥലത്തിന് അന്വേഷിച്ച സമയത്താണ് അത് റവന്യൂ പുറമ്പോക്ക് ഭൂമിയാണ്, അതുകൊണ്ട് അതിനൊരു പൈസയും സർക്കാരിൻ്റെ തന്നെയാണ്, അപ്പോൾ അത് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് പലതവണ ഈ ഒരു ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പൈസയ്ക്ക് വേണ്ടി നമ്മൾ പലതവണ ആ ഓഫീസിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ഇന്ന രേഖ ഹാജരാക്കണം. അപ്പം അത് പറയുന്ന സമയത്ത് നമുക്കൊന്നും നമ്മുടെ പഞ്ചായത്തിൽ അതിന് വേണ്ടി ഹാജരാക്കാൻ ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. സംശയം എന്താ വെച്ചാൽ ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞല്ലോ, ഇദ്ദേഹം ഉന്നയിച്ച EP പ്രമോദ് ഉന്നയിച്ച ഈ സാധനങ്ങളൊക്കെ പുറത്തു പോയി അതിൻ്റെ പൈസ കിട്ടിയിട്ടില്ല അങ്ങനെ തന്നെയാണ്. അപ്പോൾ പ്രസിഡന്റ് മറുപടിയായിട്ട് പറഞ്ഞത് ഈ സാധനം പുറത്തു പോയതിന് ശേഷമാണ് പഞ്ചായത്ത് അറിഞ്ഞത് എന്ന് പറഞ്ഞല്ലോ. അപ്പം പഞ്ചായത്തിന് ഇതിന് കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് ഒന്നും ഇല്ലായിരുന്നോ? ഈ സാധനങ്ങൾ പുറത്തേക്ക് പോകുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ ഇതാരാണ് കൊണ്ടുപോകുന്നതിനെ പറ്റിയൊന്നും പഞ്ചായത്തിന് അറിയില്ലായിരുന്നോ? ഞാൻ ചോദിച്ച മനസ്സിലായോ? മാഷ്ക്ക് മനസ്സിലായോ? ഓക്കെ. ഗിരീഷ്, ജനങ്ങളാണ് വലിയൊരു അളവിൽ ഇതിൻ്റെയൊക്കെ കാവൽക്കാർ. ഇപ്പോൾ നമ്മുടെ പൊതു സ്വത്തുക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ജനങ്ങൾ കൂടി അതിൽ ജാഗ്രതപ്പെടുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഇതൊക്കെ സംരക്ഷിക്കാൻ കഴിയും. പഞ്ചായത്തിൻ്റെ സ്വത്ത് അങ്ങനെയല്ലേ? അല്ല അതാണോ അതിൻ്റെ ഉത്തരം? പ്രസിഡന്റ് ഉത്തരം പറയും. അല്ല, പഞ്ചായത്തിന് വ്യക്തമായ ഒരു ധാരണയില്ല എത്ര സാധനം പോയി, എങ്ങനെയാണ്, ആരാണ്. അപ്പോൾ പൊതുജനങ്ങൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാലാണ് പഞ്ചായത്തോട് നടപടി സ്വീകരിക്കുക. ഇതാണോ താങ്കൾ പറഞ്ഞ ഉത്തരം?
അല്ല, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. നമുക്ക് ഞാൻ ചോദിച്ചത് എന്താ വെച്ചാൽ ഇതിനൊരു എസ്റ്റിമേറ്റ് ഉണ്ടാവില്ല ചോദ്യം. സാറേ, ഞാനിത് ചോദിച്ചത് എന്താ വെച്ചാൽ ഇതിനൊരു എസ്റ്റിമേറ്റ് ഉണ്ടാവില്ല. സാധനം പുറത്തേക്ക് പോകുന്ന എത്ര, അതിൻ്റെ വരുമാനം എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതിന്. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഇപ്പം ഈ വ്യാപകമായിട്ട് ഇത്തരത്തിൽ കൊള്ള നടന്നിട്ടുണ്ടാവില്ലേ? അതിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ഉത്തരം തന്നെയാണ് പറയാനുള്ളത്. മറ്റു ഉത്തരവൊന്നും എനിക്ക് പറയാനില്ല. കാരണം ഇപ്പം നേരത്തെ ഈ മോഡറേറ്റർ പറഞ്ഞു എന്നതുകൊണ്ട് ഞാനത് പറയാൻ വരികയായിരുന്നു. ജനങ്ങൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മളെ വിളിച്ച് പറയുന്നത്. ഇപ്പം പഞ്ചായത്തിന് ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി വെക്കാൻ പറ്റും. ഹൈവേൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സ്ഥലത്ത് അത്യാവശ്യം നമ്മൾ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതല്ലാതെ പിന്നെ ദിവസവും നമുക്കൊരു മോണിറ്ററിംഗ് കമ്മിറ്റി അതിന് വെക്കാൻ സാധിക്കുമോ എന്നുള്ളത് കൂടി ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം, ഇപ്പോൾ ഇവിടെ ഇപ്പം BJP പ്രതിനിധിയും അതുപോലെ തന്നെ UDF പ്രതിനിധിയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്. അതായത് പിന്നെ നമ്മുടെ പഴയ പഞ്ചായത്ത് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഫണ്ട് ലഭിച്ചില്ല. അതിന് ഈ ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല. അതായത് ഇപ്പോഴത്തെ പഞ്ചായത്ത് ഒന്നും ചെയ്തില്ല എന്നുള്ള രൂപത്തിൽ വർഷങ്ങളായി നിലനിന്ന ഒരു പഞ്ചായത്താണത്. അതിന് ഒരു തുണ്ട് കടലാസ് പോലും ഇല്ലാതാക്കിയത് ആരാണെന്നുള്ള ഉത്തരം പറയേണ്ടത് ഇവിടെ ഇരിക്കുന്ന ഇന്ന് സംസാരിക്കുന്ന രമേശനാണ്. ഈ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത്. എത്ര വർഷമായി ഈ തരത്തിൽ ഒരു രേഖയുമില്ലാത്ത രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നത്? അതിന് മറുപടി പറഞ്ഞേ പറ്റൂ. മറ്റൊന്ന്, ഇവിടെ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രസിഡന്റ് ഇവിടെ ഇപ്പം പറഞ്ഞിട്ടുള്ളത് വികസന കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങളും വികസനവുമായി ബന്ധപ്പെട്ടാണ്. ലൈഫ് പദ്ധതിയെ പറ്റി പറഞ്ഞു, വിദ്യാഭ്യാസത്തിനെ പറ്റി പറഞ്ഞു, ആരോഗ്യത്തിനെ പറ്റി പറഞ്ഞു. എല്ലാ കാര്യങ്ങളും നാട്ടിൽ നടക്കുന്ന പിഞ്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ള വികസന കാര്യങ്ങൾ പറയുന്ന സമയത്ത് പിന്നെ നടക്കാത്ത ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശരിയായിരുന്നു, പലതും ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവില്ല. ഇവിടെ ഇപ്പോൾ കല്ലെടുത്ത് കൊണ്ടുപോയത് പറഞ്ഞു. ഇത് ജനകീയ രീതിയിൽ ഇടപെടേണ്ട ഒരു വിഷയമായിരുന്നു. അന്ന് ഇത്തരത്തിൽ ഈ കമാനം പൊളിച്ച് ലോറിയിൽ കടത്തുന്ന സമയത്ത് വകാടിൻ്റെ കമ്പനി പ്രവർത്തനം പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഏത് വണ്ടിയാണ് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് കണ്ട സമയത്ത് നമ്മളെല്ലാം കൂടി ചേർന്നിട്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഈ കല്ലെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. പെട്ടെന്ന് നമുക്ക് ബന്ധപ്പെടാൻ പറ്റുന്നത് പഞ്ചായത്തിനെയും മറ്റ് അധികാരികളെയാണ്. അവരെ അറിയിച്ചിട്ടുണ്ട്, അതോടുകൂടി അത് അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതിൽ ഒന്ന് ചോദിക്കാനുള്ളത്, ഇന്ന് ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മുഴുവൻ വികസനത്തിനെ കുറിച്ചാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന സമയത്ത് നമ്മൾ എന്തിനെ കുറിച്ചാണ് സംസാരിച്ചിരുന്നതെന്ന് നമുക്ക് ആലോചിക്കാം അല്ലേ? ഞാൻ അതിനെപ്പറ്റി പറയണോ? ഇവിടെ ഉണ്ടായിരുന്നത് എന്തിനെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത്? കഴിഞ്ഞ 10 വർഷം ഇങ്ങോട്ടും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്? ഞാൻ തുടർന്ന് പറയാം. ഇനിയിപ്പോൾ അടുത്ത സെഷൻ പറഞ്ഞല്ലോ, അതിൽ ബാക്കിയും കൂടി പറയാം. UDF പ്രതിനിധിയോടും അതേപോലെ തന്നെ BJP പ്രതിനിധിയോടാണ് എൻ്റെ ചോദ്യം. നമ്മുടെ ഈ വികസന സദസ്സ് ബഹിഷ്കരിച്ചതാണ് ഇവർ രണ്ടുപേരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ജനങ്ങൾക്ക് പഞ്ചായത്ത് കൊടുക്കുന്ന വികസനം ഒന്ന് ഹരിതകർമ്മ സേനയിലെ MCMയുമായി ബന്ധപ്പെട്ടും അവർ ജോലി ചെയ്യുന്നത് സാധാരണ വീട്ടിൽ പോയിട്ട് 50 രൂപ കളക്ട് ചെയ്തിട്ട് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതുമായിട്ടാണ്. രണ്ടാമത്തത് ദാരിദ്ര്യം നിർമ്മാണം ചെയ്തൊരു പഞ്ചായത്താണ് ചെങ്ങോട്ടുകോവ പഞ്ചായത്ത്. ലൈഫ് പദ്ധതിയിൽ 207 വീടുകളാണ് കൊടുത്തത്. അതേമാതിരി തന്നെ നല്ല ഒരു കളിസ്ഥലം പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനെതിരാണോ, ഈ വികസനത്തിനെതിരാണോ നിങ്ങൾ ഈ ചെങ്ങോട്ടുകോവ പഞ്ചായത്തിൻ്റെ വികസനം നിങ്ങൾ ഉപേക്ഷിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്കത് ബോധ്യമായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാമല്ലോ. ശശി പറഞ്ഞതിൽ ഹരിതകർമ്മസേനയുടെ നേട്ടത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഹരിതകർമ്മസേന, ഞാൻ നേരത്തെ അത് പറഞ്ഞതാണ്, ഞങ്ങൾ ഹരിതകർമ്മസേനയോടൊപ്പം നിന്ന ആൾക്കാരാണ്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ശ്ലാഘിക്കുകയും അവർക്ക് ഞങ്ങൾ അനുമോദനങ്ങളും അതുപോലെ തന്നെ ഉപകാരങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ വികസന സദസ്സ് എന്ന് പറയുന്നത് നമ്മുടെ നികുതി പണം 2 ലക്ഷം ഉറുപ്പിക എടുത്ത് പൊടിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു വികസന പ്രവർത്തനം മാത്രമായിട്ടേ കാണുന്നുള്ളൂ. നിങ്ങൾ പറഞ്ഞു ലൈഫിൽ വീടുകൾ കൊടുത്തു, ലൈഫിൽ മുഴുവൻ പേർക്കും വീടുകൾ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് വികസന സദസ്സ് നടത്തുന്നത്. അത് ഞങ്ങൾ ഇതിനാണ് കാരണം. ലൈഫിൽ 207 മാത്രമേ. ഞാൻ പറഞ്ഞേക്ക് 291 പേർ ലൈഫിൽ സ്ഥലമുണ്ടായിട്ടും വീടില്ലാത്തവരും 84 കുടുംബങ്ങൾ സ്ഥലവും വീടും ഇല്ലാത്തവരുണ്ട്. അങ്ങനെ 375 വീടുണ്ട്. അതിൽ ലൈഫ് വീടിൽ കൊടുത്തത് 109 വീട് മാത്രം. അത് വേണമെങ്കിൽ പരിശോധിക്കാം. പിന്നെ കാലാകാലങ്ങളായി കൊടുത്തു വരുന്ന SC വിഭാഗത്തിന് SC ഫണ്ട് ഉപയോഗിച്ച് 11 വീട് കൊടുത്തിട്ടുണ്ട്. PMAYയിൽ 41 വീട് കൊടുത്തിട്ടുണ്ട്. ഫിഷറീസ് വകുപ്പ് ഒരു 9 വീട് കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് കൊടുത്തത്.
ബാക്കി ഇപ്പോൾ കുറച്ച് പേർക്ക് ഫണ്ടൊന്നുമില്ലാതെ തന്നെ വികസന സദസ്സ് നടത്താൻ വേണ്ടി ഈ മാസം കുറേ ആൾക്കാരെ വിളിച്ച് ഒന്നും തന്നെ പണമൊന്നുമില്ലാതെ തന്നെ കുറച്ച് പേർക്ക് എഗ്രിമെൻ്റ് ഒപ്പിടിച്ച് ഇയാൾ പൈസ തരാമെന്ന് പറഞ്ഞു. ഇതാണ് വികസനം, ഇതാണ് വസ്തുത. എൻ്റെ വാർഡിലുണ്ട് ഈ കഴിഞ്ഞ മാസം ഒപ്പിട്ട് കൊടുത്ത ഒരാൾ പൈസ ഒന്നും കൊടുത്തിട്ടില്ല, പൈസ ഇല്ല. അപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാൻ പോകുന്ന നേരത്ത് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നു വരുത്തി തീർക്കാൻ വേണ്ടി ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ജനങ്ങൾക്ക് കൊടുത്തിട്ടില്ല. അതിനാണ് ഞങ്ങൾ എതിർക്കുന്നത്. മാത്രമല്ല ഈ വികസനങ്ങൾ ജനങ്ങൾ നോക്കിക്കാണുകയും ഞങ്ങൾക്ക് പറയുകയും ചെയ്തോ. പക്ഷേ നമ്മളെ നികുതി പണത്തിൽ നിന്ന് 2 ലക്ഷം രൂപ എടുത്ത് പൊടിക്കുകയാണ്. ഇതിന് ഞങ്ങൾ എതിരാണ്, ഒരു സംശയം വേണ്ട. ഞാൻ ആദ്യമേ പറഞ്ഞു, വികസന പ്രവർത്തനത്തിൽ ഞങ്ങൾ പഞ്ചായത്തോടൊപ്പം ഒരു പടി മുന്നിലേ നിന്നിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് ജനങ്ങൾക്ക് ഞങ്ങളെ നോക്കി കാണുന്നുണ്ട്, ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഇത്തരം ദൂരത്തിനെതിരെ ഞങ്ങൾ എതിരാ. ഇത് 2 ലക്ഷം രൂപ പൊടിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന, ഇല്ലാത്ത വികസനം ഉണ്ടെന്ന് വരുത്തിയെടുക്കാൻ വേണ്ടി നടത്തുന്ന, അതാണ് ലൈഫിൻ്റെ സ്ഥിതി. കളിസ്ഥലത്തെക്കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞു. മാത്രമല്ല ഇവിടെ കിട്ടിയ ഫണ്ട് നശിപ്പിച്ച ആൾക്കാരാണ് നിങ്ങൾ, ഞാൻ പറഞ്ഞു. അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ശശിപ്പം വീണ്ടും ആവർത്തിച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത്രയാണ് അക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ബഹുമാനിയായ പ്രസിഡന്റിനോടാണ് ലൈഫ് മിഷനായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ രമേശൻ പറഞ്ഞു 109 വീടുകൾ മാത്രമാണ് പഞ്ചായത്ത് കൊടുത്തത്. എനിക്ക് ഓർമ്മ വരുന്നത് 2000 മുതൽ 2005 വരെ ഉള്ള കാലത്ത് നമ്മൾ അന്ന് പഞ്ചായത്തിൽ ഒരു വാർഡിൽ ചുരുങ്ങിയത് ഒരു 5 മുതൽ 7 വീട് വരെ കൊടുത്തിരുന്നു. പഞ്ചായത്ത് ഫണ്ട്, പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് മാത്രം 5 മുതൽ 7 വരെ വീടുകൾ 2000 മുതൽ 2005 വരെയുള്ള ആ 5 വർഷത്തെ കാലത്തിൽ. അതുകൂടാതെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് 7 കുടിക്കൽ മത്സ്യഗ്രാമം എന്ന് പറഞ്ഞാൽ 7 കുടിക്കൽ മത്സ്യഗ്രാമം എന്ന് പറഞ്ഞാൽ 3 വാർഡ് ഉൾക്കൊള്ളുന്നതായിരുന്നു. 35 മുതൽ 40ഓളം വീടുകൾ ഓരോ വർഷവും കൊടുത്തുകൊണ്ടിരുന്നു. ഇതുകൂടാതെ SC ഡിപ്പാർട്ട്മെൻറ്റ് പഞ്ചായത്തിൽ 20 മുതൽ 25 വീട് വരെ ഓരോ വർഷവും കൊടുത്തുകൊണ്ടിരുന്നു. 2000-ലെ കഥ ഞാൻ പറയുന്നത്. ഇപ്പോൾ 2025 20 വർഷത്തിന് മുമ്പുള്ള കഥ, 20-25 വർഷം മുമ്പുള്ള കഥ. അന്നത്തേക്കാൾ ജനസംഖ്യ 20 മുതൽ 25% വരെ വർദ്ധിച്ചു. 13 വാർഡായിരുന്നു അന്ന്, ഇന്ന് 17 വാർഡ്, 17 വാർഡുള്ള കാലത്താണ് ഇവർ ഭരിച്ചത്. അപ്പം 109 വീട് മാത്രമാണ് അന്ന് പഞ്ചായത്ത് പ്ലാൻ ഫണ്ടിൽ എടുത്തു കൊടുത്തത്. അന്ന് നമ്മൾ 5 വർഷം കൊണ്ട് 325 മുതൽ 340 വരെ വീടുകൾ കൊടുത്തിരുന്നു, പഞ്ചായത്ത് ഫണ്ട് മാത്രം ഉപയോഗിച്ച്. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 30 വീട് കൂട്ടിക്കോ, 40 കൂട്ടണ്ട. ഒരു വർഷം 30 ആണെങ്കിൽ 5 വർഷം 150 വീട്. അപ്പം 325 150 475. SC ഡിപ്പാർട്ട്മെൻറ്റ് 20ഓളം വീടുകൾ ഓരോ വർഷം, 5 വർഷം 100 വീട്. അപ്പോൾ 575 വീടുകൾ 2000-ൽ കൊടുത്ത സമയത്താണ് ഇപ്പം 2020-25 കാലയളവിൽ 109 വീടും. പിന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇതൊക്കെ കൂടാതെ പ്രധാനമന്ത്രിൻ്റെ PMAY പ്രകാരം ഓരോ വർഷവും 10 വീടുകൾ കിട്ടിയിരുന്നു. അപ്പോൾ 5 വർഷം 50 വീട് അതും. അപ്പോൾ ഇത്രയും 575 50 625 വീടുകൾ കൊടുത്തിരുന്ന കാലത്ത് 2000 മുതൽ 20 വർഷം കഴിഞ്ഞിട്ട് ഇന്ന് കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് പത്രത്തിലൂടെ ഞാൻ കേൾക്കെ 207 വീടുകളാണ് കൊടുത്തതെന്ന് പറയുന്നത് മൊത്തം. അതിൽ 109 വീട് മാത്രമേ പഞ്ചായത്ത് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുള്ളൂ. ഞാൻ വീടിന്റെ പദ്ധതിന്റെ പേര് പറയാം. പേര് പറയാം. പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ഞാൻ പറഞ്ഞല്ലോ 5 മുതൽ 6 വീട് വരെ ഓരോ വാർഡിൽ, 13 വാർഡിൽ 325 കൂട്ടിക്ക് 5 വാർഡ് 5 വെച്ച് കൂട്ടുന്നത്. പിന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് മുഖേനയാണ് ഞാൻ പറഞ്ഞ മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിലുള്ളവർക്ക് ചുരുക്കി പറയാം. പിന്നെ മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിൽ 30ഓളം വീടുകൾ, 30 മുതൽ 40 വരെ കൊടുത്തേക്കും, 30 കൂട്ടിയാൽ മതി. SC ഡിപ്പാർട്ട്മെന്റ് മുഖേന അല്ല, അത് പേര് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു, പദ്ധതിന്റെ പേര് പറയാൻ പറഞ്ഞതുകൊണ്ട് പറഞ്ഞ പേര് പറഞ്ഞോളൂ. SC ഡിപ്പാർട്ട്മെന്റ്, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്, പഞ്ചായത്ത് പ്ലാൻ ഫണ്ട്, ഇതൊക്കെ കൂടാതെ PMAY പ്രധാനമന്ത്രിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഇതെല്ലാം കൂട്ടിയിട്ടാണ് 207 വീട് 5 വർഷം കൊണ്ട് കൊടുത്തതെന്ന് പറഞ്ഞത്. അന്ന് 2000-ൽ കൊടുത്ത എത്ര? 625 വീട്. അപ്പോൾ ഇതിന്റെ ഇത്രയും അന്തരം ഉണ്ടായിട്ട് ഇതെന്ത് വികസനമാണ്? ചോദ്യം ക്ലിയർ ആണ്. നമ്മൾ സംക്ഷിപ്തമായിട്ട് ചോദ്യത്തിന്റെ പോയിന്റ് മാത്രം പറയണം, ചോദ്യം പ്രസംഗമായി പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 10-20 വർഷം മുമ്പ് തന്നെ ഇതിനേക്കാളും ഒരുപാട് വീടുകൾ കൊടുത്തൊരു ചരിത്രമുണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്.
അതിനെക്കുറിച്ച് പ്രതികരിക്കാം. പഞ്ചായത്തിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ഇതുവരെ ഞാൻ അറിയില്ല. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും 500, 600, 675 വീട് എന്നൊക്കെ പറയുന്നത്? ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വീട് കൊടുത്ത ഒരു 5 വർഷം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് റഷീദ്ക്ക് എന്തായാലും ഇവിടെ 2 പ്രാവശ്യം മെമ്പർ വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിട്ട് ബാലശേഖരൻ അന്ന് മെമ്പറാണ്. അപ്പോൾ ബാലശേഖരൻ പറയും ആ പദ്ധതിൻ്റെ പേരും ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. അല്ലാണ്ട് വികസന ഫണ്ട്, SC ഫണ്ട്, ഫിഷറീസ് ഫണ്ട് എന്ന് പറയുന്നത് പകരം ഇപ്പം പറഞ്ഞ പോലെ ലൈഫ് ഫണ്ട് എന്ന് പറഞ്ഞത് ലൈഫ് PMAY 2 ഫണ്ടാണ് പറഞ്ഞത്. അത് തന്നെയാണ് SC ഫണ്ടായാലും ഫിഷറീസ് ആയാലും ഒക്കെ ഒന്നിച്ച് ഒരേ ഫണ്ടാണ് കൊടുക്കുന്നത്, വികസന ഫണ്ട് എന്നാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതിന്റെ പേരൊന്ന് പറഞ്ഞാൽ മതി, ഏതാണ് ആ പദ്ധതി എന്നൊന്ന് പറഞ്ഞാൽ മതി, ഏതാണ് ആ പദ്ധതി എന്നൊന്ന് പറഞ്ഞാൽ മതി. അടുത്ത ആൾ പ്രതികരിക്കുന്നു. ഈ പദ്ധതി ഏതെന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ജനപക്ഷം എന്ന് പറഞ്ഞ ഒരു സദസ്സ് സംഘടിപ്പിക്കുകയും ചെയ്തിട്ട് എന്നെ പോലെ തന്നെ എൻ്റെ കൂട്ടത്തിൽ മെമ്പറായ റഷീദ് 2.25 കൊല്ലം മെമ്പറായിരുന്നു. ആ വർഷം അങ്ങനെ ഒരു 600 ചിലാണം വീട് കൊടുത്തിട്ടില്ല. കളവ് പറയരുത്. പറയുന്നേക്ക് പിന്നെ പറയാനുണ്ട്, ഷോർട്ടാകട്ടെ. പിന്നെ കളവ് തന്നെയാ, ആസ്ഥാൽ കളവാ, കളവാണ്. ഇത്രയും വീട് കൊടുത്ത പഞ്ചായത്ത് ചെങ്ങോട്ടുകാവ് പഞ്ചായത്ത്. നിശബ്ദമായിരിക്കണോ? എല്ലാവർക്കും സംസാരിക്കാൻ അവസരമുണ്ട്. എന്തുകൊണ്ട് കളവ്? ഇപ്പോ ഇയാൾ സംസാരിക്കട്ടെ. അല്ല, ഇപ്പൊ ഇയാൾ സംസാരിക്കട്ടെ. കളവാണ്. ഞാൻ പറഞ്ഞുതരാം. ഈ റഷീദ് മെമ്പർ ആകുന്ന സമയത്ത് ഞാനും സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവും. 15, 25 വീട് കിട്ടിയതെന്ന് കൂടി ഒന്ന് പറയണം. പറയണം ഏത് വാർഡിലാണ് കിട്ടിയതെന്ന് കൂടി ഒന്ന് പറയണം. ബാലകൃഷ്ണൻ ഞാൻ അത് പൂർത്തീകരിച്ചിട്ട് ഞാൻ പറയുന്നതിൽ കളവുണ്ടെങ്കിൽ പറയാം. അന്ന് 13 വാർഡല്ല 16 വാർഡുണ്ട്. അത് അന്ന് കൊടുക്കുന്നത് ഒരു വർഷം ഒരു പഞ്ചായത്തിലാണ് 5 വീട് കൊടുത്തത്. വേണേ പഞ്ചായത്തിന്റെ പദ്ധതികൾ എടുത്തു നോക്കാം. കേൾക്കൂന്ന് അങ്ങനെ 5 വർഷം കൊണ്ട് കൊടുത്ത വീടൊന്ന് പറയുന്നത് 195 വീടാണ് 5 വർഷം കൊണ്ട് കന്മന ശ്രീധരൻ മാഷും സഹദേവേട്ടനും കൂടി പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്ന സമയത്ത് കൊടുത്തത്. അതിന്റെ പദ്ധതിന്റെ പേരാണ് EMS ഭവന പദ്ധതി. അത് 195 വീടിന് വേണ്ടിക്കൊണ്ട് മേലൂർ സർവീസ് ബാങ്കിൽ നിന്ന് അന്നേത്തെ സംഖ്യ 2 ലക്ഷം രൂപ വീതം ലോൺ എടുത്തതാണ്. എന്നിട്ട് അതിന്റെ അടുത്ത വർഷം മുതൽ പഞ്ചായത്തിന്റെ പദ്ധതി ഫണ്ടിൽ നിന്ന് എന്ത് ചെയ്യും, ഈ ഫണ്ടിലേക്ക് ഓരോരോ വർഷവും 27 ലക്ഷം രൂപ വീതം, സംഖ്യ ഞാൻ കറക്റ്റ് ആകില്ല, 20 ലക്ഷത്തിന്റെ മുകളിൽ പൈസ ഓരോരോ വർഷവും എന്ത് ചെയ്യാണ് ഈ EMS ഭവന പദ്ധതിന്റെ ഫണ്ടിലേക്ക് മാറ്റിക്കൊടുത്തത്. അന്ന് പഞ്ചായത്തിലുള്ള 195 ആൾക്കാർക്കും വീട് കൊടുത്തതാ. അവിടെ എങ്ങനെ 695 വീട് വരിക? പിന്നെ മത്സ്യത്തൊഴിലാളി പറയും, തീരദേശ മത്സ്യത്തൊഴിലാളികൾക്ക് 5 വർഷം കൊണ്ട് 200 വീട് കൊടുത്തെന്ന് പറയും. 200 പോട്ടെ, ഒരു 25 വീട് കൊടുത്ത പേരൊന്ന് പറഞ്ഞേക്ക്. വെറുതെ കളവ് പറയരുത്. പിന്നെ ഞാൻ വേറെ ഒന്ന് പറയാം. ഇവിടെ വായിച്ചിട്ടുണ്ടല്ലോ, ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആവാസ് യോജനയായിട്ട് ബന്ധപ്പെട്ട് വേറൊരു പേരാണല്ലോ ഇപ്പം വലിച്ച എന്താ ഭവന പദ്ധതിയിൽ PMAY ഭവന പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണെന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാർ എത്ര പൈസ ഒരു വീടിന് കൊടുക്കുന്നത്? 72,000 രൂപയാണ് കൊടുക്കുന്നത്. സംശയിച്ചോണ്ടോ? ബാക്കി 3,28,000 രൂപയോ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ എന്നിട്ട് അതിനെപ്പറ്റി ഞാൻ ആ രാഷ്ട്രീയത്തിലേക്ക് പോകാത്ത എന്തുകൊണ്ടാണ് അറിയോ? നേരത്തെ പറയുന്നത് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് റിസർവ് ബാങ്കാണ് എല്ലാ പൈസയും അടിച്ചിറക്കുന്നത്. റിസർവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ളതാ. അതുകൊണ്ട് അതിന് ന്യായം പറഞ്ഞു പോകണ്ട. റിസർവ് ബാങ്ക് എന്ന് പറഞ്ഞാല് പണം അടയ്ക്കുന്ന ബാങ്ക് ആയതാ, റിസർവ് ബാങ്ക് അല്ലേ? അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാ. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ചെലവാക്കുന്ന രീതിയിലാണ് പ്രത്യേകത. അത് ഞാൻ ആദ്യം സൂചിപ്പിക്കുന്നില്ല, ഒരു അവസരമുണ്ട് വേറെ. അതുകൊണ്ട് ഈ കളവ് ഇങ്ങനെ പ്രചരിപ്പിക്കേണ്ട. നിങ്ങൾക്ക് ന്യായപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞോളൂ. വ്യക്തമാണ്. ഇതിൽ താങ്കൾ പറഞ്ഞാൽ എനിക്ക് തോന്നിയൊരു പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾ 2000-2005 കാലഘട്ടത്തിലെ വീടിൻ്റെ എണ്ണം ഒരു വലിയ എണ്ണം പറയുന്നുണ്ട്. അതിന് ശേഷം ഉള്ള ഒരു തുടർച്ച കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് പഞ്ചായത്തുകളിലൊക്കെ ഉള്ള ഒരു എണ്ണമായിട്ടോ അത് പൊരുത്തപ്പെടാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് വിശ്വസനീയമാകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും വളരെ കൃത്യമായിട്ട് അതിൽ പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ പഞ്ചായത്ത് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് 325 വീട് 2000 മുതൽ 2005 വരെ പഞ്ചായത്ത് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പോഴാണ് ഇതെല്ലാം ഒരു കൊടക്കീഴിൽ ലൈഫ് മിഷനാക്കി. ഞാൻ പറഞ്ഞത് അന്ന് 65 വീട് 13 വാർഡിൽ ഒരു വർഷം 65 വീട് വെച്ചിട്ട്
പിന്നെ പിന്നെ 5 വർഷത്തേക്ക് 200 എണ്ണത്തിൽ പെശകുന്നുണ്ടോ? താങ്കൾ എണ്ണത്തിൽ പെശകുന്നുണ്ടോ? പഞ്ചായത്തിന്റെ ഒരു മിനിറ്റ് പഞ്ചായത്ത് പദ്ധതി 65 വീടേ വരുള്ളൂ. അതിന് 65 × 13 എന്ന് അല്ല 65 × 13 അല്ല, 65 × 5 അതില് 65 × 5 5 വർഷത്തെ താങ്കൾ അത് ഒന്നുകൂടി refer ചെയ്യേണ്ടതുണ്ടോ എന്ന് സംശയം. ഞാനൊന്ന് പറയട്ടെ. പഞ്ചായത്ത് രേഖയുണ്ട്, പഞ്ചായത്ത് പദ്ധതി രേഖയുണ്ട്. 2000 മുതൽ 2005 വരെയുള്ള പഞ്ചായത്ത് പദ്ധതി രേഖ എടുത്ത് പരിശോധിക്കുക. ഞാൻ പറഞ്ഞത് ബാലകൃഷ്ണേട്ടന് 2005 മുതൽ 10 വരെയുള്ള കാലത്താണ് ഉള്ളത്. അന്ന് കറക്റ്റാ 195 വീടാണ് പഞ്ചായത്ത് കൊടുത്തത്. പക്ഷേ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും SC ഡിപ്പാർട്ട്മെന്റും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, അന്ന് പഞ്ചായത്തിൽ അത് സെപ്പറേറ്റ് ആണ്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അന്ന് പിന്നെ പഞ്ചായത്ത് പദ്ധതി വീതം വെച്ചിട്ടല്ല കൊടുത്തത്. 2005 മുതൽ 2010 വരെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു 7 കുടിക്കൽ ഗ്രാമത്തിൽ 50ഓളം വീടുകൾ കൊടുക്കുന്നുണ്ട്. ഗ്രാമത്തിൽ ഒരു വാർഡിൽ, ഇത് 13ാം വാർഡായിരുന്നു അന്ന്, 90% ഫിഷറീസ് ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ മെമ്പറായിരിക്കുന്ന കാലത്ത് അന്ന് 30 വീട് കൊടുത്തിക്ക്. 3 സെന്റ് സ്ഥലവും ക്ഷേമനിധിയിൽ മെമ്പർഷിപ്പും ഉണ്ടെങ്കിൽ ആർക്കും വീട് കിട്ടും. ഇന്ന് അങ്ങനല്ല, ലൈഫിൽ അങ്ങനല്ല. പറഞ്ഞത് തിരുത്തുന്നില്ല. ഒരു 2 പതിറ്റാണ്ട് മുമ്പ് ഒരു കാര്യമാണ് താങ്കൾ പറയുന്നത്. ഇപ്പൊ ഒരു എണ്ണം പറയുമ്പോ അത് റെഫർ ചെയ്യാനും അത് ശരിയോ തെറ്റോ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ അത് ആ ചർച്ച നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മാധവേട്ടൻ ഇവിടെ ഒരു കാര്യം പറയുന്നു. കാരണം നേരത്തെ നമ്മൾ മാധവേട്ടനിലേക്ക് പോകുന്നു. ഈ ലൈഫ് പദ്ധതിയിലൊക്കെയുള്ള വീടുകൾക്ക് കേന്ദ്രത്തിന്റെ സഹായം 72,000 രൂപ ഇല്ലേ, അതല്ലേ പറഞ്ഞത്? ബാക്കി സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അതിൽ പണം കൊടുക്കുന്നത് എന്നുള്ള അഭിപ്രായം ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ബോധി മാധവേട്ടന് പറയാനുണ്ട്, അദ്ദേഹം പറയും. എനിക്ക് പറയാനുള്ളത് PMAY പദ്ധതി എന്നാണ് അതിൻ്റെ പേര്. പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന, ലൈഫ് മിഷൻ അല്ല. അത് പേര് മാറ്റി കേരള ഗവൺമെൻറ് ഇട്ടതാണ്. 1.5 ലക്ഷം രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് ഒരു വീടിന് നൽകുന്നത്. അക്കാലത്ത് ആ പദ്ധതി ആവിഷ്കരിച്ച കാലത്ത് അതൊരു വലിയ തുകയായിരുന്നു. ഇപ്പം അത് മതിയാവില്ല. കാരണം സർക്കാരിൻ്റെ അനാസ്ഥ കൊണ്ട് കാലക്രമേണ സമയം വൈകി. ഇപ്പോൾ കൂലി ചെലവ് കൂടുതൽ വന്നു. അത് സമയബന്ധിതമായി തീർക്കാത്തത് കൊണ്ടാണ് ആ പണം പോരാതെ വന്നത്. 60% പണമാണ് ലൈഫ് മിഷനിൽ പഞ്ചായത്ത് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത്. വേറൊരു ചോദ്യമാണ്, ഒരു 72,000 അല്ല 1.5 ലക്ഷം എന്നുള്ള തിരുത്താണ്. അത് അതിനോട് യോജിക്കുന്നുണ്ട്. ഓക്കെ. വേറൊരു ചോദ്യം ശശി ചോദിച്ചത് പഞ്ചായത്തിൻ്റെ വികസനത്തിന് BJP എതിരാണോ എന്നാണ്. ഇപ്പോൾ ലൈഫ് മിഷൻ്റെ അതിദാരിദ്ര്യ രേഖയിലുള്ള കുടുംബങ്ങളുടെ എണ്ണം ഞാൻ സൂചിപ്പിച്ചത് 12 അല്ല, അതിലെത്രയോ കൂടുതലുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് തൈക്കണ്ടിത്താഴ ലക്ഷ്മിയുടെ കാര്യം പറഞ്ഞത്. അത് പഞ്ചായത്തിലെ അതിദാരിദ്ര്യ മേഖലയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നെല്ലുള്ളിക്കുന്നിടത്ത് ഒരു വീടിൽ ഞങ്ങൾ സാമൂഹ്യ പ്രവർത്തകർ വെച്ചു കൊടുത്ത വീട് അവന് അതിദാരിദ്ര്യ രേഖയിലുള്ളതാണ്. അവരെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അതുവരെ അങ്ങനെയുള്ളവരെ കൂടി ഉൾപ്പെടുത്തുമ്പോൾ അതിദാരിദ്ര്യ മേഖലയിലുള്ളവരുടെ എണ്ണം കൂടും എന്നാണ് സൂചിപ്പിച്ചത്. മറ്റൊന്ന് ദേശീയപാതേൻ്റെ വികസനമായിട്ട് ബന്ധപ്പെട്ടാണ്. വാഗാട് കമ്പനി എഞ്ചിനീയർമാർ കൃത്യമായ രൂപരേഖയും ഒക്കെ പഞ്ചായത്തിന് സമർപ്പിച്ചിട്ടും ഒരു അണ്ടർപാസിന് വേണ്ടി ഈ പഞ്ചായത്ത് ഒന്നും ഇടപെട്ടില്ല എന്ന് മാത്രമല്ല, ഏതാണ്ട് റോഡിൻ്റെ പണി 3/4 ഭാഗം അയച്ചപ്പോൾ ഒരു സർവകക്ഷി യോഗം ചുങ്ങോട്ടാൽ വിളിച്ചു ചേർത്തിട്ട് അവിടുന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞത് പൂർവ്വകാലം ആരും ഓർമ്മിപ്പിക്കരുത് എന്നാണ് ആ യോഗത്തിൽ വെച്ചത്. അതായത് വാഗാട് കമ്പനി എഞ്ചിനീയറിംഗ് അടക്കമുള്ള രൂപരേഖ പഞ്ചായത്തിന് കൊടുത്ത ആ പൂർവ്വകാലം ആരും ഈ യോഗത്തിൽ ഉന്നയിക്കരുത്, ഭൂതകാലം മറക്കണം എന്നുള്ള സർവകക്ഷി യോഗത്തിൽ പറഞ്ഞത്. അതും വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാം. മാധവേട്ടൻ ലക്ഷ്മിയടുത്തേക്ക് ഒരു വീട് വെച്ച് കൊടുത്തായിട്ട് പറഞ്ഞു. കേരളത്തിൽ സന്നദ്ധ സംഘടനയായാലും പാർട്ടികളൊക്കെ ആയിക്കോട്ടെ 2000-ലധികം വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഈ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടല്ല കണക്ക് പറഞ്ഞിട്ടുള്ളത്. അത് പ്രസിഡന്റ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞതാണ്. ഞാൻ അതിദാരിദ്ര്യ രേഖേൻ്റെ കാര്യം, അതിദാരിദ്ര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതിദാരിദ്ര്യ രേഖയിൽ അവർ ഉൾപ്പെടുത്തിയില്ല. അത് വളരെ വ്യക്തമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് സന്നദ്ധ സംഘടനകൾ വീടില്ലാത്തവർക്ക് വീട് സർക്കാർ പദ്ധതിക്ക് പുറമെ വെക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ സ്കൗട്ട് പോലുള്ള പ്രസ്ഥാനങ്ങൾ അവരൊക്കെ തന്നെ വീടുകൾ പഞ്ചായത്തിൽ ഒന്ന് അങ്ങനെ കണ്ടുവെക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വീടുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഇതിൽ 2-3 കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടാണ് ഞാനിവിടെ കടന്നു വന്നത്.
ഒന്ന്, ലൈഫ് ഭവന പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പങ്കാളിത്തം എത്ര എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഗൂഗിൾ സെർച്ചൊക്കെ കിട്ടും. ഗ്രാമീണ മേഖലയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതും മാനദണ്ഡത്തിനനുസരിച്ച് ദാരിദ്ര്യരേഖയിൽ പെടുന്ന ആൾക്കാർക്ക് മാത്രം 72,000 രൂപയാണ്. ചെങ്ങോട്ടുകര പഞ്ചായത്തിൽ അത്ര പേര് അതിൽ പെടുന്നുള്ളത് ആ ലിസ്റ്റ് പരിശോധിച്ചാൽ അറിയാം. വളരെ കുറച്ച് പേർക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് കൊടുക്കുന്ന എല്ലാവർക്കും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായമില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് വെറും 72,000 മാത്രമാണ്, ഒരു മാറ്റവുമില്ല. സംസ്ഥാന ഗവൺമെൻറ്റാണ് ബാക്കിയുള്ള 4 ലക്ഷത്തിലേക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, യെസ്, അത് അംഗീകരിച്ചു. ഞാൻ പറഞ്ഞ കേന്ദ്ര വീതത്തിന് മാത്രമേ തടസ്സമുള്ളൂ. രണ്ടാമത് ഇതേപോലെ തന്നെ എല്ലാത്തിനും കേന്ദ്രം ചേർക്കുമ്പോൾ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ സമയത്ത് ഞാനായിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. അന്നാണ് കേരളത്തിൽ ഒരു തീരുമാനമെടുത്തത് ഈ പ്രൈമറി ഹെൽത്ത് സെൻ്റർ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ആംബുലൻസിനും അതുപോലെ തന്നെ കെട്ടിടത്തിനും ഫണ്ട് അനുവദിച്ചത് MLA ഫണ്ടിൽ നിന്നാണ്. അത് അനുവദിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചത്. അവിടെ തന്നെ ഡോക്ടറെയും അധികം വരുന്ന ഡോക്ടറെയും അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫിനെയും വെക്കേണ്ടത് പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്നാണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത. അവിടെയൊക്കെ തന്നെ അനാവശ്യമായി ചെയ്ത കാര്യങ്ങൾ എങ്ങനെയെങ്കിൽ ഇപ്പോൾ ജലജീവൻ മിഷൻ്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടി കയറ്റി വരുത്താം. ജലജീവൻ മിഷൻ്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സഹായമുണ്ട്. ആ കേന്ദ്ര ഗവൺമെൻറ് സഹായത്താലാണ് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കരാർ കൊടുത്തതാണ്. കരാർ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മിക്ക സ്ഥലത്തും കരാർ പണി പൂർത്തിയാക്കിയിട്ടില്ല. വകാട് ദേശീയപാതയോട് സ്വീകരിച്ച അതേ സമീപനം തന്നെയാണ് കരാർ തൊഴിലാളികൾ ഇതേ സ്വീകരിച്ചത്. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് അത്തോളി ഗ്രാമപഞ്ചായത്ത്. ഇപ്പോൾ UDF മെമ്പർ ശ്രദ്ധിച്ചാൽ അത്തോളി ഗ്രാമപഞ്ചായത്തിലെ റോഡുകളിൽ മുഴുവൻ ചിത്രം എൻ്റെ കയ്യിലുണ്ട്. അവിടെയും ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് ഇപ്പം ഞാൻ അത്തോളി പറയാൻ കാരണം പന്തലായനി ബ്ലോക്ക് പഞ്ചായത്തിൽ ഏക UDF ഭരിക്കുന്ന പഞ്ചായത്താണ് അത്തോളി ഗ്രാമപഞ്ചായത്ത്. അവിടെയുള്ള എല്ലാ റോഡിൻ്റെ ചിത്രം എൻ്റെയൊക്കെ ഉണ്ട്. ആ റോഡ് ഇതേ സ്ഥിതിയാണ്. ഞാൻ പഞ്ചായത്ത് കുറ്റപ്പെടുന്നില്ല. സ്വാഭാവികമായിട്ടും ജലജീവൻ മിഷൻ്റെ പണി സമയബന്ധിതമായി പൂർത്തീകരിക്കാത്തതുകൊണ്ട് വകാട് ഇവിടെ എന്ത് സമീപനം സ്വീകരിച്ചോ അതേ സമീപനമാണ് പല സ്ഥലത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ റോഡ് പണി പൂർത്തിയാക്കാതെ ജലജീവൻ മിഷൻ്റെ കരാർ സ്വീകരിക്കുന്നത്. അത് ആ 2-3 കാര്യങ്ങൾ മാത്രം വ്യക്തവരുത്തിയാണ്. മറ്റു കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടില്ല, അതെനിക്ക് പറയാൻ പറ്റില്ല. ഇത് ഭവന പദ്ധതി എന്ന് പറയുന്നത് 3 ഇതിൽ കാണുന്നത്. ഇപ്പോൾ മാഷ് പറഞ്ഞല്ലോ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നുള്ളത്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണുന്ന പിന്നെ എന്താ വെച്ചാൽ ഇതിനെ 3 ഘടനയായിട്ട് ഇതായിട്ടുണ്ട്. ഒന്ന് സമതല പ്രദേശങ്ങൾ, പിന്നെ ദുർഘട പ്രദേശങ്ങൾ, നഗരപ്രദേശങ്ങൾ. ഇതിന് വ്യത്യസ്തമായിട്ടാണ് ഫണ്ട് കൊടുക്കുന്നത്. അത് റേഷ്യോ എന്ന് പറയുന്നത് 60-40 60-40 60 കേന്ദ്ര ഫണ്ടും 40 സംസ്ഥാന ഫണ്ട്. പിന്നെ ഇവർ പറയുന്നുണ്ടല്ലോ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് 4 ലക്ഷം കൂട്ടി വരുന്നത്. ഇത് ഇതിന് റീചാർജ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. റീചാർജ് എന്ന് പറയുന്നത് അധികാര വികേന്ദ്രീകരണം വന്നതിന് ശേഷം പഞ്ചായത്തിൻ്റെതായും ബ്ലോക്കിൻ്റെതായും ജില്ലാ പഞ്ചായത്തിൻ്റെതായിട്ടുള്ള വിഹിതം കൊടുക്കേണ്ടതുണ്ട്. ആ വിഹിതം ടോട്ടലാണ് 4 ലക്ഷം. അത് കൊടുക്കണ്ടേ? അത് നിയമല്ലേ? അതിലെന്താ ഇവർക്ക് എന്താ ഒരു പ്രത്യേകത ഉള്ളത്? ഞാൻ ചോദിക്കുന്ന ചോദ്യമല്ല. ചെങ്ങോട്ട് പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് എത്രയാണ്? ഇപ്പം ഇവർ അധികാരത്തിൽ വരുന്നതിൻ്റെ മുമ്പേ ഉള്ള തനത് ഫണ്ട് എത്രയായിരുന്നു? ഇവർ വന്നതിന് ശേഷം എത്ര ഈ തനത് ഫണ്ട് വർദ്ധിച്ചു? അതുകൂടി ഒന്ന് വിശദാക്കണ്ടേ? നല്ല നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റൂ. ഓക്കെ, ഇവിടെ ഒന്ന് ആ പോസ്റ്റിൻ്റെ മുകളിലേക്ക് നോക്കുക. ക്യാമറ വലിക്കാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോയിക്കാം. 1700 രൂപ മുടക്കിയിട്ട് വെച്ച സ്ട്രീറ്റ് ലൈറ്റ് അത്. അതിന് എത്ര വാല്യൂ ഉണ്ട് എന്നുള്ളത് ഇവിടെ ഉള്ള ആൾക്കാർക്ക് നോക്കിയാൽ മനസ്സിലാവും. അത്ര കെടുകാര്യ അവസ്ഥ. അതായത് എത്ര ഉറുപ്പ്യൻ്റെ ചിലവ് മുതൽ അതിനുണ്ട് നോക്കിയാൽ മനസ്സിലാവും. 1700 രൂപ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അത് കൃത്യമായിട്ട് പ്രസിഡന്റ് പറയും. 1700 രൂപേൻ്റെ മുതലാണോ? അത്തരം അഴിമതികളാണ് ഈ പഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ചെങ്ങോട്ടുകാവ് ടൗണിൽ ഒരു ഹൈമാക്സ് ലൈറ്റ് കത്താണ്ടായിട്ട് 6 മാസമായി. അതിന് 1700 രൂപ എന്ന് താങ്കൾ എവിടുന്നാണ് മനസ്സിലായത്? താങ്കൾ എവിടുന്നുള്ളത്? അതിന്റെ രേഖ കൊട്ടേഷൻ കൊടുത്തത് ടെൻഡർ ക്ഷണിച്ച് കൊട്ടേഷൻ വാങ്ങിയതിന്റെ രേഖ പഞ്ചായത്ത് സമർപ്പിക്കും. ഇനി 1000 രൂപ കൂട്ടിക്കോ, എത്ര രൂപ വരും? പിന്നെ ഹൈമാക്സ് ലൈറ്റ് കത്തായിട്ട് എത്ര 6 മാസത്തോളായി. എനിക്ക് MCVയോട് ചോദിക്കാനുള്ളത് MCV ഭരണപക്ഷത്താണോ ജനപക്ഷത്താണോ എന്നുള്ളതാണ്. കാരണം ഈ ഹൈമാക്സ് ലൈറ്റ് കത്താത്തതിൻ്റെ MCVയുടെ റിപ്പോർട്ടർ പല പ്രാവശ്യവും അതൊന്ന് ന്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല. അത് ഇവിടെ MCV വ്യക്തമാക്കട്ടെ. പിന്നെ അതേപോലെ ലൈഫ് മിഷൻ്റെ ലൈഫ് മിഷൻ്റെ 2000-2005 വർഷത്തിൽ 2 ലക്ഷം രൂപ ഒരു ഭവനത്തിന് വേണ്ടിയിട്ട് കൊടുത്തിക്കുന്നുള്ളത് ബഹുമാനപ്പെട്ട മെമ്പറോട് പറഞ്ഞ് ലോൺ എടുത്തിട്ട് കൊടുത്ത് പിന്നെ പദ്ധതി വിഹിതമായിട്ട് അടച്ചിരുന്നു.
ആ 2002 2 ലക്ഷം രൂപ കൊടുത്ത വീടിന് ഇന്ന് ലൈഫ് മിഷൻ വലിയ കൊട്ടിഘോഷിച്ച് പറയുന്നുണ്ടല്ലോ 4 ലക്ഷം രൂപയ്ക്ക്, അന്ന് 2 ലക്ഷം രൂപയ്ക്ക് ഉണ്ടാക്കിയ വീട് ഇന്ന് 4 ലക്ഷം രൂപയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അതും ഇവിടെ വ്യക്തമാക്കട്ടെ. പിന്നെ റോഡിൻ്റെ കാര്യം പറയണ്ട. പിന്നെ എനിക്ക് ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോട് പറയാനുള്ളത്, നമ്മുടെ ആരോഗ്യ പിന്നെ PHC ഉണ്ടല്ലോ, PHCയിൽ ഒരു അസ്ഥിരോഗ വിദഗ്ധനെ കൂടി നിയമിക്കണം എന്നുള്ളതാണ്. അതേപോലെ ഒരു വർക്ക്ഷോപ്പ്. കാരണം ഇവിടെ ഈ റോഡിലൂടെ വാഹനങ്ങൾ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് നടുവേദനയായിട്ട്, ഓട്ടോറിക്ഷക്കാർക്കായാലും പിന്നെ മറ്റു വാഹനങ്ങൾക്കൊക്കെ ആയിട്ട് നടുവേദനയായിട്ട് ഇറങ്ങാൻ പിന്നെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ട് ഒരു പിന്നെ അസ്ഥിരോഗ വിദഗ്ധനെ കൂടി ഈ PHCയിൽ നിയമിക്കണമെന്ന് പറയുന്നു. ഓക്കെ, എനിക്ക് പറയാനുള്ളത് കൃഷിയായിട്ട് ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് നെൽകർഷകരെ തിരിഞ്ഞു നോക്കാത്ത ഒരു ഗ്രാമപഞ്ചായത്തായി ചെങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് മാറിയിരിക്കുകയാണ്. 23 മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ക്ഷീരഗ്രാമം പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ പഞ്ചായത്തിൻ്റെ അടുത്ത് അടയ്ക്കാനുള്ള ഫണ്ടില്ല എന്ന് പറഞ്ഞു എന്നാണ് ക്ഷീരവികസന വകുപ്പ് എന്ന് അറിയാൻ കഴിഞ്ഞത്. 10 ലക്ഷം റുപ്യ പഞ്ചായത്ത് അടച്ചാൽ 20 ലക്ഷം റുപ്യ ക്ഷീരവികസന വകുപ്പ് അടച്ചിട്ട് നമ്മുടെ പ്രദേശത്തിലുള്ള എല്ലാ ക്ഷീരകർഷകർക്കും 2 മുതൽ 5 വീതം പശുക്കളെ വെറുതെ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ക്ഷീരഗ്രാമം പദ്ധതി. അത് ലാപ്സാക്കിയ പഞ്ചായത്താണ് ചെങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത്. അതെന്താ കാരണമെന്നൊന്ന് പറയണം. അപ്പോൾ 2 ചോദ്യങ്ങളാണ്. ഒന്ന് ക്ഷീരവികസനവുമായി ബന്ധപ്പെട്ടത്, മറ്റൊന്ന് റോഡുമായി ബന്ധപ്പെട്ടത്. മൊത്തം നമ്മുടെ പഞ്ചായത്തിൽ 120 ഹെക്ടർ വയലാണുള്ളത്. നെൽകൃഷിക്ക് അനുയോജ്യമായ 120 ഹെക്ടർ. ആ 20 ഹെക്ടർ ചളി കഴിച്ച് ബാക്കി 100 ഹെക്ടർ ഉണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ നേരെ 20 ഹെക്ടർ നെൽകൃഷി ചെയ്തിരുന്നതാണ് മുൻകാലങ്ങളിൽ. അതിപ്പോൾ ലോപിച്ച് എത്ര ശതമാനം നലയിക്കണം? അതിപ്പോൾ ലോപിച്ച് ഈ വർഷം കഴിഞ്ഞ വർഷമൊക്കെ 10-12 ഹെക്ടർ മാത്രമേ നെൽകൃഷി ചെയ്യുന്നുള്ളൂ. അതിന് കാരണം പാടശേഖര സമിതികൾ. നേരത്തെ നമുക്ക് 4-5 പാടശേഖര സമിതികളുണ്ട് മുൻകാലങ്ങളിൽ. ഇപ്പോൾ ആ പാടശേഖര സമിതി ഒരു സമിതിയേ ഉള്ളൂ. ബാക്കി പാടശേഖരമെല്ലാം കാലാവസ്ഥ മാറിക്കഴിഞ്ഞു. അതെല്ലാം പുനരുജ്ജീവിക്കാൻ വേണ്ടി ഒരു നടപടിയും കൃഷിയുമായി ബന്ധപ്പെട്ട് ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിൽ നടക്കുന്നില്ല. ഇപ്പോൾ ഉയർന്നു വന്ന ചോദ്യങ്ങൾക്ക് പ്രസിഡന്റ് മറുപടി പറയുന്നതോടെ നമുക്ക് ആദ്യത്തെ ഈ സെഷൻ അവസാനിപ്പിച്ചിട്ട് അടുത്ത സെഷനിലേക്ക് പോകാം. നമ്മളിപ്പോൾ തന്നെ വൈകിയിട്ടുണ്ട്. പ്രസിഡന്റ് മറുപടി പറയും. ലൈറ്റുമായി ബന്ധപ്പെട്ട് ആദ്യം ചെങ്ങോട്ടുകാവിലെ ഹൈമാസ്റ്റ് ലൈറ്റ് ഇപ്പം കുറച്ച് മാസമായി കത്തുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് ചീത്തയായാൽ അത് നന്നാക്കണമെങ്കിൽ നമുക്ക് പദ്ധതി എന്തായാലും വേണം. ഇത് KSEBയും അതുപോലെ കെൽട്രോണിൻ്റെ ആളുകളെയും വിളിച്ച് അത് പരിശോധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന് 60,000 രൂപ അത് നന്നാക്കാൻ വേണ്ടി ചെലവ് വേണമെന്നാണ് കെൽട്രോൺ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഭേദഗതിയിൽ ഈ ഒക്ടോബർ മാസം നടന്ന 4-ാം തീയതി നടന്ന ഭേദഗതിയിൽ അതിന് ഫണ്ട് ഉൾപ്പെടുത്തി ഭേദഗതി ചെയ്ത് പദ്ധതി വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ടെൻഡർ ഇടാൻ വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട്. ഒഴിവാക്കിയിട്ട് തരിശുഭൂമി കൃഷി യോഗ്യമാക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ ഒക്കെ പരിപാടികളുണ്ട്. ചെങ്ങോട്ടുകാവില് ഈ പരിപാടികൾ എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട്? അത് എസ്റ്റിമേറ്റ് ഉണ്ടാകുന്ന ലൈറ്റിൻ്റെതാണേ പറയുന്നത്. ഒറ്റൊന്ന് എസ്റ്റിമേറ്റ് തന്നിട്ടുള്ളത് കെൽട്രോൺ ആണ്. പക്ഷേ എന്നാലും കെൽട്രോണിനല്ല അത് കൊടുത്തിട്ടുള്ളത്, ടെൻഡർ ഇടാണ് ചെയ്തിട്ടുള്ളത്. അത് ടെൻഡറിനനുസരിച്ചാണ്. ഏറ്റവും കുറവ് ആരാണോ തരുന്നത് അവരാണ് ലൈറ്റ് നന്നാക്കുന്നത്. അതേപോലെ റോഡുമായി ബന്ധപ്പെട്ട് നേരത്തെ ഗീതാനന്ദ മാഷ് ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. ചെങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ല ജലജീവൻ മിഷൻ പദ്ധതി ഏറ്റെടുത്തിട്ടുള്ള മുഴുവൻ പഞ്ചായത്തുകളിലും റോഡുകളെ സ്ഥിതി ഇത് തന്നെയാണ്. നമ്മൾ ഫണ്ട് ചെങ്ങോട്ടുകാവ് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഇപ്പോൾ ചെയ്യുന്ന വർക്കുകൾ കൃത്യമായിട്ട് ജലജീവൻകാരെ കൊണ്ട് സൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റോഡ് ചെയ്യുന്നത്. അതേപോലെ ഈ ഒരു മഴ കഴിഞ്ഞാൽ വീണ്ടും അവർ ടാറിങ് പ്രവൃത്തി ആരംഭിക്കും. ഫണ്ട് ലഭിക്കാത്തൊരു പ്രശ്നമുണ്ട് ജലജീവന്. ടാങ്കിൻ്റെ പ്രവൃത്തി ഒരു 65-70% ഇപ്പോൾ പ്രവൃത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ ലൈറ്റ് അവർ നന്നാക്കാൻ കൊണ്ടുപോകുമ്പം താൽക്കാലികമായി വെക്കുന്ന ലൈറ്റാണിത്. മറ്റേ ലൈറ്റ് ഇത് നിലാവാണെങ്കിൽ KSEBയിൽ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ ഊരി നന്നാക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോവുകയാണ്. ശ്രീ രമേശൻ കിഴക്കയിൽ, താങ്കളോടാണ് ചോദ്യം. ചെങ്ങോട്ടുകാവ് പഞ്ചായത്ത് 1963 രൂപീകൃതമായത് മുതൽ കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വമുള്ള UDF ഭരിച്ചു വരികയായിരുന്നു. അതിനിടയിൽ ആദ്യമായിട്ടാണ് LDFിൻ്റെ ഒരു ഭരണസാരഥ്യം ഇവിടെ ഉണ്ടാവുന്നത്. ചെങ്ങോട്ടുകാവിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ E. നാരായണൻ നായർ, K. ശിവരാം മാസ്റ്റർ അന്തരിച്ചു പോയി, CV ബാലകൃഷ്ണൻ, ചാത്തപ്പൻ മാഷ്, ഇങ്ങനെ കൊയിലാണ്ടിയിലുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ സ്ഥലമാണ് ചെങ്ങോട്ടുകാവ്. അവിടെ കോൺഗ്രസ് നിരന്തരം ഭരിച്ചു. അതിൻ്റെ ഇടയിൽ
ഒരു 5 വർഷം DIC ഉണ്ടായ ഒരു കാലഘട്ടത്തിൽ LDF വന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ഭരണസമിതിയിലാണ് LDF 9 സീറ്റുമായി മുന്നോട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ചെങ്ങോട്ടുകാവിൽ ഇങ്ങനെ ഒരു ക്ഷീണം ഉണ്ടായിട്ടുള്ളത്? ഇതിനെ മറികടന്നുകൊണ്ട് അടുത്ത ഭരണ സാന്നിധ്യത്തിലേക്ക് കോൺഗ്രസ് ഉയരാനുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് താങ്കളുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് താങ്കളുടെ ഈ വിഷയത്തിലുള്ള പ്രതീക്ഷ? ചോദ്യം പ്രസക്തമാണ്. അത് പറയുന്നതിന് മുമ്പ് ഇവിടെ ഗീതാനന്ദ മാഷൊക്കെ പറഞ്ഞ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. അതായത് കെട്ടിട MLA ഫണ്ട് ഉപയോഗിച്ച് ആശുപത്രിയിൽ കെട്ടിടം പണിതു എന്ന ഒരു മഹത്തായ കാര്യം പറഞ്ഞു. അത് ഉദ്ഘാടനം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ സീലിംഗ് അടഞ്ഞ് ഡോക്ടറെ മേലെ തന്നെ വീണിട്ടുണ്ട്. അത് സിമെൻറ്റ് വെച്ച് തൽക്കാലം പൊത്തി വെച്ചിരിക്കുകയാണ്, ഒന്നും ചെയ്തില്ല. അതേ സ്ഥാനത്ത് കോൺട്രാക്ടറെ വിളിച്ച് അത് ശരിയാക്കാനുള്ള നടപടി ഇന്ന് വരെ പഞ്ചായത്ത് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്നുള്ളത് ഇപ്പോൾ ആശുപത്രിയിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ കൂമളി പ്രസിഡന്റ് ആയതിനു ശേഷം അല്ല, ബിൽഡിങ്ങിന്റെ പണി കൂമളി പ്രസിഡന്റ് ആയ സമയത്തല്ലേ, കരുണാകരൻ പ്രസിഡന്റ് ആയ സമയത്താണ് ബിൽഡിങ്ങിന്റെ പണി. കൂമളി പ്രസിഡന്റ് ഇത് അല്ലാതെ അങ്ങനെ പറയാ, MLA ഫണ്ട് ആണെങ്കിലും പറയാൻ അനുവദിക്കുക. കൂമളി അല്ലാതെ ടെൻഡർ ഇട്ടത് MLAക്ക് ആവശ്യമുള്ള ആൾക്കാർക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഒരു സംശയം വേണ്ട. എങ്കിൽ കൂമളി ആണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഈ കോൺട്രാക്ടർ നടപടി എടുത്തില്ല? കോൺട്രാക്ടർ നടപടി എടുക്കണ്ടേ? കോൺട്രാക്ടർക്ക് അതിന് പീരീഡ് ഇല്ലേ? ആ പീരീഡിനുള്ള നടന്നു വീണാൽ ഉദ്ഘാടനം കഴിഞ്ഞ് ഞങ്ങൾ വന്ന് ഒരു കൊറോണ കാലം കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. അതിന് ശേഷമാണ് പണി പൂർത്തിയായത്. അതിന് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഞങ്ങൾ ഭരണകാലത്താണ്. അങ്ങനെ കൂമളി ഭരണകാലത്ത് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. കോവിഡ് കഴിഞ്ഞ് 2022 ഇത് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. ആ കൂമളി കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്ത്. അപ്പോൾ അത് MLA ഫണ്ടാണ്. MLA ഇഷ്ടമുള്ളവർക്ക് കൊടുത്തിരിക്കുന്നു. കോൺട്രാക്ടർക്ക് സംഗതിയൊക്കെ ചെയ്തില്ല. ആയിക്കോട്ടെ, ഈ കൂമളി കാലത്ത് നടത്തിയെങ്കിൽ ഗീതാനന്ദ മാഷാന്റെ ചെയർമാനുമാണ്. അപ്പോൾ എന്തായിരുന്നാലും അടന്ന് വീണതിനെതിരെ ആ കോൺട്രാക്ടർ പേരിൽ ഇന്ന് വരെ ഒരു നിയമ നടപടി സ്വീകരിച്ചിട്ടില്ല. പിന്നെ മറ്റൊന്ന്, ലൈഫിനെ കുറിച്ച് ഞങ്ങളിവിടെ വീടുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. EMS ഭവന പദ്ധതി, ലൈഫ് ഭവന പദ്ധതി നോക്കാം. ഇത് വലിയ പൊങ്ങച്ചത്തെ ഓരോ പേര് പറഞ്ഞുണ്ടാക്കുക എന്നുള്ളതാണ്. UDF നേരത്തെയൊക്കെ തന്നെ റഷീദ് പറഞ്ഞതുപോലെ അന്ന് 13 വാർഡില്ല, അല്ലാതെ ബാലകൃഷ്ണൻ പറഞ്ഞു അന്ന് 13 വാർഡാ. 13 വാർഡാ. പക്ഷെ അന്നൊക്കെ വികസന ഫണ്ട് വെച്ച് പഞ്ചായത്തുകളും കൂടാതെ ഈ വിവിധ ഏജൻസികൾ വരുന്നത്, അതായത് ഈ PMAY, SC ലൈഫ്, SC, അതുപോലെ തന്നെ ഫിഷറീസ് ഇങ്ങനെ തുടങ്ങിയ വകുപ്പുകളാണ് കൊടുക്കാറ്. അത് പറഞ്ഞത് കറക്റ്റാണ്. എണ്ണത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ EMS ഭവന പദ്ധതി കൊടുത്തപ്പോൾ EMS ഭവൻ അതല്ല നിങ്ങൾ പറഞ്ഞത്. EMS ഭവന പദ്ധതി കൊടുത്തപ്പോൾ 5 വർഷം കൊണ്ട് കുറേ വീട് കൊടുത്തു എന്ന് പറഞ്ഞു. പറയുന്നത് കേൾക്കി. അതായത് ഈ ലൈഫ് ഭവന പദ്ധതിയും EMS ഭവന പദ്ധതിയും കൊടുത്ത എണ്ണത്തെക്കുറിച്ച് പറഞ്ഞു. അത് പറയേണ്ടതുണ്ട് ഇവിടെ. പറയേണ്ടതുണ്ട്. ഈ കാലയളവിൽ കൊടുത്തിട്ടുള്ള ഫണ്ടുകൾ ഇപ്പം ലൈഫിൻ്റെ അടുത്ത് പരിശോധിച്ചാൽ, മറ്റൊരാൾ മാറ്റി വെക്കാൻ പറ്റില്ല. ലൈഫിൻ്റെ അടുത്ത് പരിശോധിച്ചാൽ 40 ലക്ഷം രൂപ, 40,000 രൂപ ഗ്രാമപഞ്ചായത്ത്, 40,000 രൂപ. അതാണ് നിങ്ങൾക്ക് പറഞ്ഞ് വേണ്ടാതെ എന്തൊക്കെയോ പറഞ്ഞു. അത് കേട്ടിട്ട് ഞങ്ങൾ ആൾക്കാരും നിങ്ങൾ പറഞ്ഞു അതിന് മറുപടി പറഞ്ഞു. നിങ്ങൾക്ക് എന്തിനാ അലോസരപ്പെടുന്നത്? നിങ്ങൾ അലോസരപ്പെടില്ല. പറഞ്ഞു കളിക്ക്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും പറയട്ടെ. പിന്നെ നിങ്ങൾക്ക് അലോസരപ്പെടുന്നത്? അലോസരമായിട്ട് പിന്നെ എന്താ ഇത് കാണുന്നത്? നിങ്ങൾ പറയാൻ സമ്മതിക്കാത്ത എന്തുകൊണ്ടാ? കേൾക്കി നിങ്ങൾ. 40,000 രൂപ ഗ്രാമപഞ്ചായത്തും, 40,000 രൂപ ബ്ലോക്ക് പഞ്ചായത്തും, 40,000 രൂപ ജില്ലാ പഞ്ചായത്തും. ഈ PMAYയിൽപ്പെട്ട റോഡ് ഇതാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 80,000 രൂപ, ഗീതാനന്ദ മാഷ് പറഞ്ഞ പോലെ കേന്ദ്ര ഗവൺമെൻറ് 80,000, അല്ലെങ്കിൽ മാധവട്ടം പറഞ്ഞ പോലെ 1.5 ലക്ഷം രൂപ കഴിച്ച് ബാക്കി 3 കൊല്ലത്തേക്ക് 3 ടൈമിലേക്ക് 5 കൊല്ലത്തേക്ക് ലോണാ. വരുന്ന 3 ഭരണസമിതി ഇത് കൊടുക്കണം. പിന്നെ ആ ഭരണസമിതിക്ക് എന്താ ചിലവാക്കാൻ പൈസ ഉണ്ടാകുമോ? അപ്പോൾ ഇങ്ങനെ മറ്റുള്ള 5 കൊല്ലം കൊണ്ട് കൊടുത്തു എന്ന് കാണിക്കാൻ വേണ്ടി പുറംപൂച്ചുണ്ടാക്കുക. വാല്യൂ സർവീസ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് കഴിഞ്ഞ ഭരണസമിതി വരെ അടച്ചു തീർത്ത് ഞങ്ങളും അടച്ചു. അപ്പോൾ നേരത്തെ എടുത്താൽ അപ്പം 15 കൊല്ലം 20 കൊല്ലം കൊണ്ടാണ് ഈ 5 കൊല്ലം കൊടുത്തെന്ന് പറഞ്ഞാൽ വീടിൻ്റെ കാലാവധി തീരുന്നത്, പണം അടച്ചു തീർക്കുന്നത്. 20 കൊല്ലത്തേക്കാണ് നിങ്ങൾ കൊടുക്കുന്നത്. നിങ്ങൾ പറഞ്ഞ 5 കൊല്ലം കൊണ്ട് 100 വീട് കൊടുത്താൽ അത് 20 കൊല്ലം കൊണ്ടാണ് 100 വീട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതതിൻ്റെ കണക്ക്. അല്ലാന്ന് പറഞ്ഞ് ശരിയല്ല. അതായത് 3 ടേമാണ് അടയ്ക്കുന്നത്. പിന്നെ മറ്റൊന്ന്,
പിന്നെ ജലജീവൻ മിഷൻ അല്ല, അതുകൂടി മാഷ് പറഞ്ഞു, ജലജീവൻ മിഷൻ അത്തോളി പഞ്ചായത്തിൽ ഇങ്ങനെയാണ്, ചെങ്ങോട്ടുകോവ് പഞ്ചായത്തിൽ അങ്ങനെയാണ് നോക്കാം. നമ്മൾ എന്തെങ്കിലും ഒരു കോൺട്രാക്ട് വർക്ക് കൊടുക്കുമ്പോൾ പഞ്ചായത്ത് ആസ്തി വെട്ടിപ്പൊളിക്കുമ്പോൾ അതിനൊരു എഗ്രിമെൻ്റ് കരാറുകാരനായിട്ട് വെക്കണം. അത് ഞാൻ അന്ന് കരാറുകാരുടെ മീറ്റിങ്ങിലും ഞാൻ ആവശ്യപ്പെട്ടതാണ്. അത് വെക്കാൻ തയ്യാറായില്ല. ചില പഞ്ചായത്തൊക്കെ വെച്ചു, അവിടെയൊക്കെ പണിയും കഴിഞ്ഞു. അത് നിങ്ങൾ ഭരിക്കുന്നത് ഇനി വേണമെങ്കിൽ അടുത്ത പഞ്ചായത്ത്, എൻ്റെ ഒരു ബന്ധു അടുത്ത പ്രസിഡന്റ് കൂടിയാണ്, ഞാൻ പറഞ്ഞത് ആടെയൊക്കെ പണി കഴിഞ്ഞു. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ കരാറുകാരനുമായിട്ട് അഗ്രിമെൻ്റ് വെച്ചു, പക്ഷേ അവർക്ക് 10% ഡിപ്പോസിറ്റ് ഒഴിവാക്കി കൊടുത്തു. ഓക്കെ, അങ്ങനെ അത് നടത്തി. അത് ഇവിടെ എന്തുണ്ടായെന്ന് വെച്ചാൽ ഇവിടെ കരാറുകാരൻ ആരാണെന്ന് പോലും അറിയാതെ മേലെ നിന്ന് ത്രികക്ഷി കരാറെന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്ന് വെട്ടി പൊളിച്ചു പോയതാണ്. അത്തോളി പഞ്ചായത്തിലെ റോഡിനെ പറ്റി ഗീതാനന്ദ മാഷ് പറഞ്ഞു, അത്തോളി പഞ്ചായത്തിൽ ഒന്ന് പോയി പരിശോധിക്കണം. റീസ്റ്റോറേഷൻ കഴിഞ്ഞ് അത് ഏതോ 1-2 റോഡുണ്ടാവും, 90% റോഡുകളും അത് അത്തോളി പഞ്ചായത്ത് മുമ്പുള്ളതാ. അതൊരു കൊല്ലം മുമ്പ് ഇതിൽ വന്ന ഫോട്ടോ ആണ്, അത് ഞാൻ കണ്ടതാണ് ആ ഫോട്ടോ. ഈ ഒരു കൊല്ലം മുമ്പ് അവിടെ നിങ്ങൾ എൻ്റെ കൂടെ വരും, ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറാണ്. അവിടെ 90% റീസ്റ്റോറേഷൻ കഴിഞ്ഞു, ടാറിങ്ങും കഴിഞ്ഞു. ഞാൻ വരാൻ തയ്യാറാണ്. നീ നോക്കി നിങ്ങൾ. അല്ല, പോകേണ്ട ആവശ്യമില്ല. പിന്നെ മറ്റൊന്ന്, ക്യാമറയിൽ ഡേറ്റ് കാണിക്കും മൊബൈലിൽ. മാഷ്ക്ക് സമയം തരാം. പിന്നെ ഇപ്പം നിങ്ങൾ താങ്കൾ ചോദ്യം അതിലേക്ക് വരാം. ചോദ്യത്തിലേക്ക് ഇപ്പോൾ പൊളിറ്റിക്കലായുള്ള ചോദ്യത്തിലേക്ക് ഇപ്പോൾ മറുപടിയിലേക്ക് പോകുന്നില്ല. അതിനു മുമ്പ് ഗീതാനന്ദ മാഷ് ഒരു പേര് പരാമർശിച്ച ഒരു വിഷയമുണ്ട്. അതുകൊണ്ട് ഓഡിയൻസിൻ്റെ സമയം കഴിഞ്ഞതാണ്. പക്ഷേ മാഷ് പേര് പരാമർശിച്ച സ്ഥിതിക്ക് മാഷക്ക് പ്രതികരിക്കാനുണ്ടാവും. ഗീതാനന്ദ മാഷ്ക്ക് സംസാരിക്കും. വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ് പ്രിയപ്പെട്ട രമേശ് സൂചിപ്പിച്ചത്. ഞാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ സമയത്താണ് ടെൻഡർ നടപടി പൂർത്തീകരിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബിന്ദു ആണ് ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. തീർച്ചയായും ഇത്തരം ഒരു പ്രശ്നം ആരോഗ്യരംഗത്ത് വന്നു കഴിഞ്ഞാൽ ഭരണസമിതി അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അത് പരിശോധിച്ചിട്ടുണ്ടാവും, വേണ്ട നടപടി സ്വീകരിച്ചിട്ടുണ്ടാവും എന്ന് എൻ്റെ ധാരണ. കാരണം നേരത്തെ ഞാനും കോമിലൊക്കെയുള്ള സമയത്ത് ആരോഗ്യരംഗത്ത് ഈ നിരന്തരം ബന്ധപ്പെട്ടിട്ടാണ് അവിടെ ഒരു കെട്ടിടം വരുന്നതിന് വേണ്ടിയിട്ട് MLA സമ്മർദ്ദം ചെലുത്തിയത്. അവിടെ ഇങ്ങനെ ഒരു പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സ്റ്റാൻഡിംഗ് കമ്മിറ്റി പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിച്ചിട്ടുണ്ടാവുമെന്നാണ്. അത് പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ വളരെ ഗൗരവത്തോടെ പരിശോധിച്ച് ഭരണസമിതിയെ ഉന്നയിച്ചിട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കണം. ഓക്കെ, എൻ്റെ ചോദ്യത്തിൻ്റെ രണ്ടാം ഭാഗം ഉണ്ടായിരുന്നു. അക്കാര്യത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പരിശോധിക്കുകയും റിപ്പോർട്ട് ബോർഡ് യോഗത്തിലേക്ക് വന്നതാണ്. ഓക്കെ, നമുക്ക് അത് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ പൊളിറ്റിക്കലായുള്ള തീരുമാനത്തിനനുസരിച്ച് അത് മേലോട്ട് കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അവർ വരികയും ചെയ്തിട്ടുണ്ട്. അവിടെ അതിന് വേണ്ട നടപടി പിന്നെ അത് ആയിട്ടുണ്ട്, വീണ്ടും കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മിസ്റ്റർ രമേശിനോട് ചോദിച്ചിരുന്നത്, കോൺഗ്രസ് വലിയ പാരമ്പര്യം ഉണ്ടായിരുന്ന ചങ്ങോട്ടുകാവിലെ കോൺഗ്രസ് ഇന്ന് 4 മെമ്പർമാർ, കോൺഗ്രസിന് 4 മെമ്പർമാരല്ലേ, 17-ൽ 4 മെമ്പർമാർ എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എങ്ങനെയാണ്? UDF 6 മെമ്പർമാരുണ്ട്, കോൺഗ്രസിന് 4 മെമ്പർമാരാണുള്ളത്. പഴയ പ്രതാപികളായ കോൺഗ്രസ് 4 മെമ്പർമാരിലേക്ക് ചുരുങ്ങിയ ഒരവസ്ഥ എന്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്? നല്ല ഭരണം ആയിരുന്നു പഞ്ചായത്തിലെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നല്ലോ. എങ്ങനെയാണ് ഇതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് വീണ്ടും അധികാരത്തിലേക്ക് വരുന്ന രൂപത്തിൽ കോൺഗ്രസ് എത്തുക എന്നുള്ളതിൻ്റെ ഒരു ലഘു വിശദീകരണം? അത് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നേ ഉള്ളൂ. ഈ കൊറോണ കാലഘട്ടത്തിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. മാധ്യമങ്ങൾ കേസ് അന്വേഷിക്കുക, പോലീസ് ആരോഗ്യ പ്രവർത്തനം നടത്തുക, മുഖ്യമന്ത്രി വാർത്ത വായിക്കുക. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ കാലഘട്ടത്തിൽ നടന്നൊരു ഇലക്ഷനായിരുന്നു. അപ്പോൾ കിറ്റ് കാര്യങ്ങളൊക്കെ അതിൽപ്പെട്ടു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, അതായത് ആദ്യമായിട്ട് കാണുക മാധ്യമങ്ങൾ കേസ് അന്വേഷിക്കുന്നു, പോലീസ് ആരോഗ്യ പ്രവർത്തനം നടത്തുന്നു, മുഖ്യമന്ത്രി വാർത്ത വായിക്കുന്നു. ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പരാജയപ്പെട്ടു എന്നാണ് എനിക്ക് അക്കാര്യത്ത് പറയാനുള്ളത്. അതിൽ ഒരുങ്ങുന്നു. പിന്നെ അടുത്തത് ഞങ്ങൾക്ക് കിട്ടുമോ എന്നുള്ള ചോദ്യം കൂടി നിങ്ങൾ അതിനകത്ത് പരാമർശിച്ചു. ഈ ഒരു ഭരണ പരാജയം മാത്രം മതി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ. വേറെ ഒന്നിനും മുന്നോട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. കാരണം 5 വർഷം ഒരു പിടിപ്പുകേടിന് 5 വർഷമായിരുന്നു. അതായത് ഉണ്ടായിരുന്ന വികസന പ്രവർത്തനങ്ങളും തട്ടി തകർത്ത ഒരു 5 വർഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. ഞങ്ങൾ 70% സീറ്റുമായി ഞങ്ങൾ അധികാരത്തിൽ വരും. ഓക്കെ, നമ്മുടെ ബഹുമാനായ സീനിയർ സിറ്റിസൺ, മുതിർന്ന ഒരു പൗരന് ചോദ്യം ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിന് കൂടി അവസരം കൊടുക്കാം. ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, എനിക്ക് പറയാനുള്ളത് നമ്മുടെ 100% കാര്യമാണ്. ഞാനടക്കം ഒരുപാട് ആൾ മാടാക്കരയിൽ നിന്ന് വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. പോരാതെ ചെങ്ങോട്ടാവിലെ കച്ചവടമൊക്കെ വളരെ
മോശമായ ഒരു സിറ്റുവേഷനുണ്ട്. കാരണം ചെങ്ങോട്ടിൽ നിന്ന് വരാനുള്ള ഒരു വഴിയില്ല, ഇങ്ങനെ ചുറ്റി വരണം. അപ്പോൾ അണ്ടർപാസിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് പഞ്ചായത്തിൻ്റെ അനാസ്ഥ കാരണമാണ് ഇത് വരാത്തതാണ്. അതിന് മുമ്പ് ഇവിടെ ഉണ്ണികൃഷ്ണൻ അതിനെപ്പറ്റി പറഞ്ഞ് അതിനൊരു മറുപടി തന്നിട്ടില്ല. വളരെ ബുദ്ധിമുട്ടാണ് മടാക്കര ചെങ്ങോട്ട വന്നൊക്കെ ആൾക്കാർ ചെങ്ങോട്ട തരപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം കച്ചവടമൊക്കെ ഇനിയിപ്പോൾ ആ റോഡ് ആ സൈഡിൽ കൂടി പോകുമ്പോൾ വാഹനമില്ലാത്തൊരു അവസ്ഥയാണ്. ചെങ്ങോട്ട കച്ചവടമൊക്കെ വളരെ മോശമെന്നൊരു അവസ്ഥ ഉള്ളത്. കച്ചവടക്കാരൻ്റെ സ്ഥിതി വളരെ ദയനീയാവസ്ഥയാണ്. ഓരോ കടകളും ഇപ്പോൾ തന്നെ പൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉള്ളത്. അതിനൊന്നും ഒരു മറുപടി പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് അഭ്യർത്ഥിക്കുന്നു. വഴിയോര യാത്രക്കാർക്കും അമ്മമാർക്കും വിശ്രമിക്കാനുള്ളൊരു വീട് നമ്മളെ വഴിയോര വിശ്രമ കേന്ദ്രം എല്ലാ പഞ്ചായത്തിലുണ്ട്. ചെങ്ങോട്ട് പഞ്ചായത്തിൽ ഒന്നുണ്ട് എന്നാണ്. 12 ലക്ഷം റുപ്യ ചെലവ് ചെയ്തുണ്ടാക്കിയൊരു ബിൽഡിങ്. അത് ഇന്ന് ഏത് തരത്തിലാണ് കിടക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് ആ വഴിയോര യാത്ര വിശ്രമ കേന്ദ്രം ഉണ്ടാക്കിയെന്ന് കൂടി പ്രസിഡന്റ് വഴിയോര വിശ്രമത്തിന്റെ കാര്യത്തിൽ തകരാറ് സംഭവിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ഞങ്ങൾ ഈ ചെങ്ങോട്ടാവ് പഞ്ചായത്തിലെ 15, 16, 17 വാർഡുകളെ വിഭജിച്ചു. അത് എന്നേക്കുമായി ചെങ്ങോട്ടാവ് ടൗണുമായിട്ട് ബന്ധമില്ലാത്ത തരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനം NHുമായി ബന്ധപ്പെട്ട ഈ ചെങ്ങോട്ടാവ് പഞ്ചായത്ത് സ്വീകരിച്ച നടപടി മൂലം ചെങ്ങോട്ടാവ് പഞ്ചായത്തിൽ ചെങ്ങോട്ടാവ് അങ്ങാടി തന്നെ അടഞ്ഞു കിടക്കേണ്ട ഒരു അവസ്ഥയിലാണുള്ളത്. ഈ കാര്യത്തിലും ചെങ്ങോട്ടാവ് ഭരണസമിതിക്ക് വലിയ പാളിച്ച പറ്റിയിട്ടുണ്ട്. അത് ജനങ്ങളുടെ മുമ്പിൽ വാർഡ് മെമ്പർ വിളിച്ചു ചേർത്ത ഒരു പ്രതിഷേധ സംഗമത്തിൽ പ്രസിഡന്റ് പറഞ്ഞിരുന്നത് അവിടെ എഞ്ചിനീയറും ഓവർസിയറും വന്ന് നാളെ തന്നെ അളവ് കഴിച്ചിട്ട് അതിന് പരിഹാരം കാണും, അതിനുള്ള മറുപടി അടുത്ത ദിവസം തരുന്നതാണ്. ഇന്ന് വരെ ആ കാര്യത്തിൽ ഒരു കാര്യവും പ്രസിഡന്റ് ജനങ്ങളെ ബോധ്യപ്പെട്ടു. നമ്മുടെ നാഷണൽ ഹൈവേ വികസനം വന്നപ്പോൾ ഇടപെടുന്ന കാര്യത്തിൽ ഭരണസമിതി നല്ല ശുഷ്കാന്തി കാണിച്ചിരുന്നോ? വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പാളിച്ച പറ്റിയിട്ടുണ്ടോ? ഈ 2 ചോദ്യങ്ങൾക്കുള്ള സംക്ഷിപ്തമായ മറുപടി. ഇപ്പോൾ നേരത്തെ ദേശീയപാതയായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേരത്തെ തന്നെ രമേശ് ചേട്ടൻ ഈ ചോദ്യത്തിനുള്ള മറുപടി പറയും പോലെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇവിടെ ദേശീയപാത വരുന്ന സമയത്ത് ഒരു ലോറി ബേ ഉണ്ടാവുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ഭരണസമിതി ആയാലും പിന്നീടുള്ള പല യോഗങ്ങളിലായാലും പറഞ്ഞിട്ടുള്ളത്. ആ ലോറി ബേ വന്നു കഴിഞ്ഞാൽ വഴിയോര വിശ്രമ കേന്ദ്രത്തിന് ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിൽ വളരെയേറെ പ്രാധാന്യം ഉണ്ടാവും എന്നതുകൊണ്ട് തന്നെയാണ് കലക്ടറുടെ ഒരു എന്താ പറയുക തീരുമാനത്തിൻ്റെ കൂടി കലക്ടറുടെ കൂടി ഒരു തീരുമാനം ആ ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട് കിട്ടിയിട്ട് കൂടിയാണ് വഴിയോര വിശ്രമ കേന്ദ്രം അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അത് ഇന്നിപ്പോൾ അണ്ടർപാസ് അങ്ങോട്ട് കടക്കുന്ന സ്ഥലം അവിടെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ദേശീയപാതയുടെ പണി പൂർത്തീകരിക്കുന്നതോടൊപ്പം എന്തായാലും വഴിയോര വിശ്രമ കേന്ദ്രം തുറക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ ഹൈവേയുമായി ബന്ധപ്പെട്ട് വികസനത്തിനനുസൃതമായി ചെങ്ങോട്ടുകാവ് ടൗണിനെ രൂപപ്പെടുത്തേണ്ടത് ഏത് ഭരണസമിതി ആയിരുന്നു എന്നുള്ളത് സ്കെച്ചും ഇതൊക്കെ പ്രദർശിപ്പിച്ച സമയത്ത് നേരത്തെ ഉണ്ണീഷ്ണേട്ടൻ ഇവിടെ സൂചിപ്പിച്ചു. നമുക്ക് കോമള്ളി കരുണേട്ടനോട് ഞാൻ ചോദിച്ചു നമുക്ക് ചെങ്ങോട്ടുകാവിൻ്റെത് എങ്ങനെയാണ് എന്ന് അറിയണ്ടേ എന്ന് ചോദിച്ചത്. അത് അന്ന് നോക്കേണ്ട ഒരു കാര്യം ഇന്ന് പിന്നീട് വന്ന ഭരണസമിതി നമ്മൾ വരുന്ന സമയത്ത് ഏകദേശം ബിൽഡിങ്ങുകളൊക്കെ പൊളിക്കാനുള്ള സമയമാണ്. ആ സമയത്താണ് പൊൽക്കാവിൽ അണ്ടർപാസ് ഇല്ല എന്നുള്ള ഒരു വിവരം നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അവിടെ സമരം ചെയ്ത് നമ്മൾ അതിനനുസരിച്ചാണ് നമ്മൾ സമരം ചെയ്തിട്ടാണ് അവിടെ ഈ അണ്ടർപാസ് അനുവദിച്ച് തന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ചെങ്ങോട്ടുകാവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത ദിവസം ഇവിടെ ഈ സാധനം വെച്ച് മണ്ണിടുന്ന സമയത്താണ് ഇവിടെ ഇങ്ങനെയാണ് എന്നുള്ളത് രമേശേട്ടൻ അടക്കമുള്ള കഴിഞ്ഞ ഭരണസമിതി അടക്കമുള്ള ആളുകൾ അറിയുന്നത് ഇങ്ങനെയാണ് എന്നുള്ളത്. ആ സമയത്ത് നമ്മൾ ഇടപെടുകയും ഇനി ഒരിക്കലും അതിനുള്ള ഒരു അവസരം ഇല്ല എന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഉള്ളൂർ കടവ് ചേലിയ റോഡിൽ നിന്ന് കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകാനുള്ള പ്രയാസം. അപ്പം എന്തായാലും ഈ ഒരു വർക്കിന് ശേഷം നമ്മുടെ ഹൈവേ വർക്ക് പൂർത്തിയാകുന്നതോടൊപ്പം സർവീസ് റോഡിൻ്റെ പണി പൂർത്തീകരിക്കുക. എവിടെയാണോ 2 ഈ ഒരു 7 മീറ്റർ വീതി ഇല്ലാത്തത് ആ സ്ഥലത്ത് വേണ്ട സ്ഥലം ഏറ്റെടുക്കാമെന്ന് കലക്ടറുടെ അടുത്തുനിന്ന് പ്രമോദൊക്കെ അടക്കമുള്ള ആളുകളാണ് പോയിട്ടുള്ളത്. അവിടെ നിന്ന് ഉറപ്പ് കിട്ടിയിട്ടുള്ളതാണ്. ഏത് സ്ഥലമായാലും അത് ഏറ്റെടുക്കുമെന്നുള്ളത്. അതോടൊപ്പം ഇവിടെ ഒരു യോഗം വിളിച്ചു ചേർക്കുന്നത് മെമ്പർ ഒരു യോഗം വിളിച്ചു ചേർത്തു എന്ന് പറഞ്ഞ് ഇപ്പം കോയൊക്കെ പറഞ്ഞു.
അപ്പോൾ മെമ്പർ അവസാന ഘട്ടത്തിൽ ഈ നാട്ടിലിങ്ങനെ പ്രശ്നമായ സമയത്താണ് ഒരു വാർഡ് മെമ്പർ ഇവിടെ യോഗം വിളിച്ചു ചേർക്കുന്നത്. ഇത്രയും കാലം വാർഡ് മെമ്പർ എന്താണ് ഇതിനു വേണ്ടി, ഒരു വാർഡ് മെമ്പർ എന്നുള്ളത് ഒരു പ്രസിഡന്റിനെ അറിയിക്കാൻ വേണ്ടി മാത്രമാണോ വാർഡ് മെമ്പർ? ആ വാർഡ് മെമ്പർ എന്തിനാണ് ഈ ഒരു കാര്യത്തിൽ എപ്പോഴെങ്കിലും ഹൈവേയുടെ ഓഫീസിലോ അല്ലെങ്കിൽ NH എവിടെയെങ്കിലും ഒന്ന് പോയിട്ടുണ്ടോ? കളക്ടറുടെ അടുത്തോ പോയിട്ടുണ്ടോ? പ്രശ്നം മാത്രമാണോ? നാട്ടിലെ പ്രശ്നം മാത്രമല്ല, പഞ്ചായത്തിന്റെ പ്രശ്നമാണെങ്കിലും പഞ്ചായത്ത് ഇടപെട്ട കാര്യമാണ് പറഞ്ഞത്. നിരവധി തവണ NH ഓഫീസിലും കളക്ടറുടെ അടുത്തും ഒക്കെ പോയിട്ടുണ്ട്. ഒരിക്കൽ പോലും ഞാൻ വാർഡ് മെമ്പർ എന്ന നിലയിൽ ഈ ഒരു കാര്യത്തിന് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു മെമ്പറെ വിളിച്ചിട്ടല്ല വരുന്നത്. പഞ്ചായത്തിൽ നിന്നും ഇതിന് പോകുന്ന സമയത്ത് ഒരിക്കൽ പോലും ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ഇടപെട്ടിട്ടോ കാര്യങ്ങളല്ല. അവസാനം എല്ലാം പ്രശ്നമായി തന്റെ നേരെ വരുന്നു എന്ന സമയത്താണ് മെമ്പർ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത്. അന്നാണ് ഇവിടെ യോഗം വിളിച്ചിട്ടുള്ളത്. ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പറഞ്ഞ ദിവസം തന്നെ ഇവിടെ NHലെ അധികൃതർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ തന്നിട്ടുള്ളത് ഈ ഒരു പോസ്റ്റ് മാറ്റാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ കളക്ടറുടെ അടുത്ത് പോയ സമയത്ത് ഹൈവേയുടെ പണി പൂർത്തീകരിച്ചാൽ മാത്രമേ സർവീസ് റോഡിന്റെ പണി ആരംഭിക്കൂ എന്ന് പറഞ്ഞു. നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റ് അവരോടൊപ്പം ഭരണസമിതിയിലുള്ള ഒരു അംഗത്തെ പറ്റി പരാമർശിച്ചതുകൊണ്ട് അവർക്ക് അതിലൂടെ പ്രതികരിക്കാനുള്ള അവസരമാണ്. ഞാൻ പലതവണ നമ്മളെ ബോർഡ് മീറ്റിങ്ങിൽ ഞാൻ പലതവണ ചോദിച്ചിട്ടുണ്ട്, നമ്മളെ ഹൈവേ എന്താ ചെയ്യുന്നത്, നമുക്ക് ഹൈവേക്ക് എന്തെങ്കിലും ഇത് കിട്ടിയിട്ടുണ്ടോ? അപ്പം പറയില്ല, നമുക്ക് എന്തായാലും പോകാം. ഇത് മാത്രമല്ല, ഞാൻ പലതവണ താഴേക്കണ്ടി എന്ന് പറഞ്ഞ ഒരു വീടുണ്ട്, താഴേക്കണ്ടിയിൽ അങ്ങോട്ട്, അവിടെ ഈ ഡ്രൈനേജിൻ്റെ പത്രത്തിൽ വാർത്ത വന്ന കാര്യം ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. ആ താഴേക്കണ്ടിയിലൊരു ഡ്രൈനേജ് ഉണ്ട്. ആ ഡ്രൈനേജ് വീട്ടിലേക്കാണ് കണക്ട് ചെയ്തത്. അവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ എന്നോട് പറഞ്ഞത് എന്താ, നമുക്ക് പോകാം, നമുക്ക് മലാപ്പറമ്പ് പോകാം എന്ന് പറഞ്ഞ്. ഓക്കെ, ഞാനും പറഞ്ഞു ഓക്കെ. ഇവർ പോകുമ്പോഴല്ലേ ഞങ്ങൾക്കും കൂടെ പോകാൻ, ഞങ്ങളും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പ്രസിഡന്റിനെ കാത്തു നിന്ന്. അത് ശരിയാ, സത്യത്തിൽ ഞാൻ തെളിച്ച് പോയിട്ടില്ല, അത് കാര്യം തന്നെ. പക്ഷെ പ്രസിഡന്റ് നമ്മളെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രസിഡന്റ് ധിക്കരിച്ച് പോകുന്ന ഒരു പ്രശ്നമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അത് വെയിറ്റ് ചെയ്തു നിന്നു. അങ്ങനല്ല, ധിക്കാരല്ല, നമ്മൾ പ്രസിഡന്റിന് നമുക്ക് ഇത് 12ാം വാർഡിനെ ബാധിക്കുന്ന ഒരു കാര്യവുമല്ല. 15, 16, 17 എന്നീ അവർക്ക് ഇവിടെ പഞ്ചായത്ത്, അതുപോലെ ബാങ്ക്, എല്ലാം മൃഗാശുപത്രി, പഞ്ചായത്തിന് അവർക്ക് എന്തെല്ലാം ആവശ്യങ്ങളാണോ വേണ്ടിയത് അത് മൊത്തം ഈ ഭാഗത്താണ് ഉള്ളത്. അപ്പം അതും കൂടി നമ്മുടെ ഭരണസമിതി പ്രസിഡന്റ് നമ്മൾക്ക് നോക്കി കാണേണ്ടതായിരുന്നു. പക്ഷേ ഇവർ കളക്ടറേറ്റ് പോയെന്ന് എന്നെ അറിയിച്ചിട്ടില്ല. ഇവർ പോകുന്നെന്ന് ഞാൻ മീറ്റിങ്ങിൽ നിന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇതേപോലെ എൻ്റെ മകൻക്ക് അന്നൊരു അപ്പൻഡിസത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ ഒരു സർജറിക്ക് വേണ്ടിയിട്ട് ഓടിപ്പോയി. ഞാൻ പ്രസിഡന്റിനെ പറഞ്ഞത് ഞാൻ പോകാണെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ അതിനുശേഷം ഇവർ കൂടി ആലോചിച്ച് പോയിട്ടുണ്ട്. നമ്മുടെ UDF ആൾക്കാരും കൂട്ടിയിട്ട് തന്നെ പോയത്. അപ്പം അതുകൊണ്ട് ഞാൻ അതിൽ പോയിട്ടില്ല. അതെ, ഞങ്ങളെ അറിയിച്ചാലല്ലേ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇതേ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കളക്ടറെ അടുത്ത് നേരിട്ട് പോയ ആളാ. എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങളിപ്പോൾ പറഞ്ഞ ലോറി ബേൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം ലോറി ബേ മാസ്റ്റർ പ്ലാനിൽ നിന്ന് മാറിയത് പഞ്ചായത്ത് അറിയില്ലായിരുന്നോ? പഞ്ചായത്ത് അറിഞ്ഞിട്ടുണ്ടോ? ഒന്ന്. രണ്ടാമത്തത്, പൊൽക്കാവിലെ അണ്ടർഗ്രൗണ്ട് ഇവർ സമരം ചെയ്ത് ഇതാക്കിയെന്ന് ആരെ പോരാ പൊൽക്കാവിലെ ആദ്യത്തെ മാസ്റ്റർ പ്ലാനിൽ ഈ അണ്ടർഗ്രൗണ്ട് വരാണ്ടായി പോയത്? കേന്ദ്ര സർക്കാരിൻ്റെ ആണോ കളക്ടറെ ആണോ? കളക്ടർ ഇതിന് മറുപടി പറഞ്ഞ വർത്താനം എന്താ വെച്ചാൽ എല്ലാ ജനപ്രതിനിധികളെ ഇരുന്നു കൊണ്ടാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയെന്ന. അപ്പോൾ അവിടെ ഉന്നയിച്ചിട്ടില്ലായിരുന്നോ? NHൻ്റെ ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെ നമ്മൾ ബോർഡും കുറ്റക്കാരാണ്. കാരണം NH അതോറിറ്റിക്കാരെ വിളിച്ച് വരുത്തിയാൽ പഞ്ചായത്തിലിരുന്ന് ചർച്ച ചെയ്യാൻ സമയമില്ല. വേണ്ടത് ആരെയും വരുന്നുണ്ടെങ്കിൽ സ്വകാര്യ പോലും കൂട്ടി ഹൈവേ പോയി ഒരു ഫോട്ടോ എടുത്ത് വിടുക എന്നുള്ള ഒരു ചിത്രം മാത്രമായിരുന്നു ഭരണസമിതിക്ക് ഉണ്ടായിരുന്നത്. അത് ഞങ്ങളാരും അറിയില്ല, വാർഡ് മെമ്പർ അറിയില്ല, ഞാനറിയില്ല, ഞങ്ങളാരും അറിയില്ല. വരുന്നത് വന്ന് സ്വകാര്യം വിളിച്ച് ഞാനെപ്പോഴും പറയാറുണ്ട്, വന്നിട്ട് പോലെ ഇവിടെ വന്ന് ഇരുത്തി സംസാരിക്കണമെന്ന്. ഇവിടെ ഇരുത്തി സംസാരിക്കാനുള്ള സമയം എന്ന് റോഡുമ്പോൾ പോയിരുന്നിട്ട് ഫോട്ടോ ഇട്ടിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക എന്നുള്ള, അതായത് എല്ലാത്തിൻ്റെ അപ്പോസ്തലം ഞങ്ങളായി മാറ്റണം എന്നുള്ള ധാരണയോട് കൂടെ മുന്നോട്ട് പോയതാണ് ഇതിന് കാരണം. ഐക്യത്തോടു കൂടെ പോകാൻ ഭരണസമിതി കഴിഞ്ഞിട്ടില്ല. ഈ സാഗസംഘം നമ്മൾ പ്രതിഷേധ സംഗമമൊക്കെ നടത്തിയെങ്കിലും പിന്നീട് യോഗം വിളിക്കാൻ ഒരു ഡേറ്റ് പ്രസിഡന്റ് കൊടുക്കാത്ത കാരണമാണ് പിന്നെ യോഗം വിളിക്കാണ്ടായി പോയത്. പ്രസിഡന്റ് പ്രതികരിക്കും, അതിനുശേഷം മാധവട്ടനിലേക്ക് പോകും. അല്ല, ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ വിളിക്കുന്ന യോഗത്തിൽ പഞ്ചായത്തിൽ ഇരിക്കാൻ സമ്മതിക്കാത്ത ആളാണ് രമേശ് ചേട്ടൻ. നമുക്ക് ആ സ്ഥലത്ത് പോയി സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കുന്ന ആളാണ് രമേശ് ചേട്ടൻ. അതേപോലെ അങ്ങനെ കള്ളത്തരം പറയുന്ന
സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പറയും ഇത് പഞ്ചായത്തിൽ ഇരുന്ന് സംസാരിച്ചാൽ പോട്ടെ, എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്ന ആളാണ് രമേശ് ചേട്ടൻ. അതുപോലെ ഭരണസമിതി ഫോട്ടോ എടുക്കാൻ പോയി നുണ പറഞ്ഞതല്ല, സത്യ പറഞ്ഞത്. പിന്നെ ഫോട്ടോ എടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ, ചെങ്ങോട്ട ഭരണസമിതി ഏത് ഫോട്ടോ ആണ് ഹൈവേ ആയി ബന്ധപ്പെട്ടിട്ട് ഇതിൽ മാധ്യമങ്ങളിൽ കൊടുത്തിട്ടുള്ളത്? ഫോട്ടോ എടുക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് ഞങ്ങൾ ഇന്നത്തെ ഏറ്റവും വലിയ ഹൈവേ ആയി ബന്ധപ്പെട്ടുള്ള പോരായ്മ. പോയ സ്ഥലങ്ങളിൽ പോയി ഫോട്ടോ എടുത്തിട്ടില്ല എന്നുള്ളതാണ് പോയത്, അതാണ് പ്രശ്നം. അല്ലാണ്ട് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങളാരും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ടില്ല. ഇതുമായി ഹൈവേ ആയി ബന്ധപ്പെട്ടിട്ട് എത്ര ഫോട്ടോ എടുക്കേണ്ടിയിരുന്നു എന്നാൽ അത് ശരിക്കും ഇത് രമേശ് ചേട്ടനാണ് ഈ ഒരു പഞ്ചായത്ത് ഓഫീസിൽ ഒരു യോഗം വിളിക്കുന്ന സമയത്ത് ഇരിക്കാൻ സമയക്കാണ്ട് നിങ്ങൾ എന്തിനാണ് ഓഫീസിൽ യോഗം ചേരുന്നത്? ഓല നാട്ടുകാരോട് ചീത്ത ഏൽപ്പിക്കണം, ഓല ആടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നത് രമേശ് ചേട്ടനാണ്. എന്നിട്ട് ചെങ്ങോട്ട് ടൗണിൽ നിന്നിട്ട് ഞാൻ ആവശ്യപ്പെടാറ് പഞ്ചായത്തിൽ ഇരുത്തി സംസാരിക്കണം. വേലൂർ പോയിട്ട് കാണിക്കണം അവിടെ വെള്ളം. ദിലീഷ് പറഞ്ഞ കാര്യം ജനപ്രതിനിധികൾ ഇരുന്നിട്ട് സ്കെച്ച് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും അത് ഈ ഭരണസമിതി അല്ല, കഴിഞ്ഞ ഭരണസമിതിയാണ്. അതിന്റെ മറുപടി പറയേണ്ടത് രമേശ് ചേട്ടൻ തന്നെയാണ്. കഴിഞ്ഞ ഭരണസമിതിയാണ് ജനപ്രതിനിധികൾ ഇരുന്നിട്ട് ഇതിന്റെ കാര്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അത് രമേശ് ചേട്ടനാണ് മറുപടി പറയേണ്ടത്, ഈ ഭരണസമിതി അല്ല. അണ്ടർപാസ് ഇപ്പൊ സമരം ചെയ്തിട്ട് കിട്ടിയതാണ്, പിന്നെ മാറ്റിയതാണ്. അണ്ടർപാസ് ഇല്ലായിരുന്നു പൊൽക്കാവില്. പ്രസിഡന്റ് പറഞ്ഞ കാര്യത്തെ പ്രസിഡന്റ് പറഞ്ഞ ഞാൻ മറുപടി പറയേണ്ടത് ഞാൻ പറയാൻ തയ്യാറാ. ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിൽ മാത്രമല്ല സമരം നടക്കുന്നത്, കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോഴും സമരം നടന്നുകൊണ്ടിരിക്കുക. ചേമഞ്ചേരി പഞ്ചായത്തിലും സമരം നടന്നുകൊണ്ടിരിക്കുക. മൂടാടി പഞ്ചായത്തിൽ സമരം നടന്നുകൊണ്ടിരിക്കുക. തിക്കോടി പഞ്ചായത്തിൽ സമരം നടന്നുകൊണ്ടിരിക്കുക. അവിടെയൊക്കെ കഴിഞ്ഞ ടൈം ഭരിച്ചത് LDF ആണ്, CPM ആണ്. അവിടെ അപ്പം ഇവരെ കൊള്ളരായ്മ കൊണ്ടാ വെച്ചാൽ അവിടെയൊക്കെ നടക്കുന്ന സമയങ്ങളും അവരുടെ കൊള്ളരായ്മ കൊണ്ടായിരുന്നോ എന്ന് പ്രസിഡന്റിന് പറഞ്ഞാൽ മതി. നിങ്ങൾ പറയേണ്ടത് ഏരിയ കമ്മിറ്റിയിൽ ഇതുവരെ ചർച്ച ചെയ്യണമെന്നാൽ ഇവിടെയല്ല ചർച്ച ചെയ്യേണ്ടത്. റോഡിന്റെ ചർച്ച നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അല്ല, ഭരണസമിതിന്റെ പോരായ്മയല്ല. കാരണം പൊൽക്കാവിൽ അണ്ടർപാസ് നമ്മുടെ ഭരണസമിതിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പൊൽക്കാവില് DPR പ്രസിദ്ധീകരിച്ചാൽ ആ DPR എല്ലാവർക്കും ദൃശ്യമാണ്, സൈറ്റിൽ നിന്ന് എടുക്കാൻ സാധിക്കുന്നതാണ്. ആ സമയത്ത് നിരന്തരം ആവശ്യപ്പെട്ടിട്ട് പല സ്ഥലത്തും അന്ന് അണ്ടർപാസ് വന്നിട്ടില്ല. ഇപ്പോഴും പല ഭാഗത്തും സമരം നടന്നുകൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും അന്നത്തെ DPRൽ വളരെ കൃത്യമായി തന്നെ ഇവിടെ എവിടെയും തന്നെ അണ്ടർപാസ് ഇല്ല. പിന്നീട് ജനകീയ പ്രക്ഷോഭം വന്നപ്പോഴാണ് അണ്ടർപാസ് അനുവദിക്കപ്പെട്ടത്. ഈ വസ്തുത വളരെ കൃത്യമായിട്ട് അറിയാം. അന്ന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ആരും DPRൽ ഭേദഗതിയോ പരാതിയോ കൊടുത്തിട്ടില്ല. ഇതൊക്കെ അന്ന് കളക്ടറേറ്റ് വിളിച്ച യോഗത്തിൽ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞതാണ്. പിന്നെ വേണമെങ്കിൽ രാഷ്ട്രീയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാപനം ഉന്നയിക്കാമെന്നല്ലാതെ അതാണ് വസ്തുത. പക്ഷേ അതോടൊപ്പം തന്നെ ജനകീയ പ്രക്ഷോഭത്തിന് അതത് പഞ്ചായത്ത് നേതൃത്വം കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും ചിലയിടങ്ങളിൽ അത് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ജനകീയ പ്രക്ഷോഭത്തിൻ്റെ വിജയമാണ്. ആ രീതിയിൽ അതിനെ കാണാൻ പറ്റൂ. ഒരു വലിയ വികസന പ്രവർത്തനം നടക്കുമ്പോൾ അതിന് പോരായ്മകൾ ഉണ്ടാവും. പോരായ്മ പരിഹരിക്കാൻ വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാവും. കുറേ വിജയിക്കും, കുറേ പോരായ്മകൾ അവശേഷിക്കും. അങ്ങനെയൊക്കെയാണല്ലോ വികസനം നടക്കുക. നമ്മൾ അതുമാത്രം അങ്ങനെ ചർച്ച ചെയ്താൽ നമുക്ക് തീർക്കാൻ കഴിയില്ല. നമ്മൾ ചർച്ച സാന്ദ്രം മാധവട്ടിലേക്ക് പോകുന്നു ഗീതാന്ത മാഷെ, നമുക്ക് നിർത്താൻ കഴിയില്ല. ഇങ്ങനെ പോയാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. ചോദ്യം ഇതാണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP ചെങ്ങോട്ട് പഞ്ചായത്തിൽ കോഴിക്കോട് ജില്ലയിൽ ആദ്യമായി ഭരണത്തിലേക്ക് വരുന്നു, വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചതാവാം. പക്ഷേ നമ്മൾ വോട്ടെണ്ണി നോക്കിയപ്പോൾ BJPക്ക് അതിനു മുമ്പ് 3 സീറ്റ് ഉണ്ടായിരുന്നത് 2 സീറ്റായി കുറയുകയാണ് ചെയ്യുന്നത്. എന്താണ് ചെങ്ങോട്ടുകാവിൽ BJPക്ക് വിചാരിച്ച അത്ര മുന്നോട്ട് പോകാൻ കഴിയാത്തത്? എന്താണ് ഡ്രോബാക്ക്? അത് ഈ തെരഞ്ഞെടുപ്പിൽ പരിഹരിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യത BJP കാണുന്നുണ്ടോ? എന്താണ് താങ്കളുടെ പ്രതികരണം? അതിനു മുമ്പ് ഇവിടെ ചർച്ച ചെയ്ത 2 കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. ഒന്ന്, ആശുപത്രി കെട്ടിടവുമായിട്ട് ഇവിടെ അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ സംവാദം നടക്കുകയുണ്ടായി UDFും LDFും തമ്മിൽ. നമ്മൾക്ക് പറയാനുള്ളത്, ഈ അഴിമതി നടത്തുന്ന UDFനും LDFിൻ്റെ അടി കേൾക്കാനല്ല നമ്മളിവിടെ വന്നത്. അഴിമതിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. BJP അധികാരത്തിൽ വരികയാണെങ്കിൽ അഴിമതിയില്ലാത്തൊരു ഭരണം കാഴ്ചവെക്കുന്നു നിങ്ങളോട് ഉറപ്പ് തരികയാണ്. രണ്ടാമത്തേത്, കൃഷി.
കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ചർച്ചയ്ക്ക് വന്നില്ല. 20 ചെങ്ങോട്ടുകാവ് പഞ്ചായത്ത് തെങ്ങ് കൃഷിയുടെ ഒരു ക്ലസ്റ്ററായിട്ട് മാറിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ തെങ്ങ് കൃഷിക്കാരനും 15 സെൻറ്റ് വീതമുള്ള ആർക്കും 20,000 രൂപ കിട്ടുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി ജനകീയമാവാതെ ഏതോ പാർട്ടി ഓഫീസിൽ വെച്ച് അതിൻ്റെ കമ്മിറ്റി വിളിച്ചു ചേർത്തു എന്നുള്ളൊരു പരാതി ചെങ്ങോട്ടുകാവിലെ ജനങ്ങൾക്ക് മുഴുവനുണ്ട്. മറ്റ് അഴിമതികളുടെ പ്രശ്നങ്ങളൊക്കെ അവർ തമ്മിൽ അടിച്ചു തീർത്തിട്ട് ജനങ്ങളറിയട്ടെ. അത് തന്നെ BJPയുടെ വരും കാലത്തുള്ള ഒരു വിജയത്തിനുള്ള മാറ്റുകൂട്ടുന്നതാണ്. ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിൽ BJP ഏതെങ്കിലും നിലയ്ക്ക് ജയിക്കുമെന്ന് തോന്നുന്ന സീറ്റുകളിലൊക്കെ തന്നെ UDF LDF വ്യത്യാസമില്ലാതെ ഐക്യപ്പെട്ടുകൊണ്ട് BJPക്കെതിരായിട്ട് പല സീറ്റുകളിലും വോട്ട് മറച്ചതിൻ്റെ പേരിൽ സീറ്റ് പോയിട്ടുണ്ട്. ഇനിയും അങ്ങനെ വോട്ട് മറച്ച് BJPയെയാണ് ഇവർ ഏറ്റവും ഭയപ്പെടുന്നത്. BJPയുടെ വോട്ട് കുറയ്ക്കുക, അതിനെ തോൽപ്പിക്കുക എന്നുള്ളത് അഴിമതിക്കാരായ LDFൻ്റെയും UDFൻ്റെയും അടിസ്ഥാന നയമാണ്. ഇപ്പം PMI കിസാൻ സമ്മാന പദ്ധതിയിലൂടെ ഈ ഇരിക്കുന്നവരിൽ തന്നെ നല്ലൊരു സംഖ്യ വർഷത്തിൽ 6,000 രൂപ വാങ്ങുന്നവരാണ്. റേഷൻ ഷാപ്പിലൂടെ 5 കിലോ അരി കേന്ദ്ര ഗവൺമെൻറ് പട്ടിണിപ്പാവങ്ങൾക്ക് 85 കോടി ആൾക്കാർക്ക് ഇന്ത്യ കൊടുക്കുന്നുണ്ട്. അത് ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിലും കിട്ടുന്നുണ്ട്. ജനൌഷധിയുടെ ഔഷധ ഷോപ്പുകളിലൂടെ 10%, 20% വിലയ്ക്ക് ഔഷധങ്ങൾ വാങ്ങുന്നവർക്കറിയാം ഇത്തവണ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന്. അരി വാങ്ങുന്നവർക്കറിയാം ഇത്തവണ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന്. കിസാൻ സമ്മാന പദ്ധതി വാങ്ങുന്നവർക്കറിയാം ഇങ്ങനെ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന്. അക്കാര്യത്തിൽ BJPക്ക് ഒരു സംശയമില്ല. BJP ഇന്ന് ബുദ്ധിജീവികളും എഴുത്തുകാരും അതുപോലുള്ള ആൾക്കാരൊക്കെ കടന്നു വരുന്നൊരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് ഒരു അങ്കലാപ്പുമില്ല. BJP അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഭൂരിപക്ഷം നേടാനുള്ള എല്ലാ സാധ്യതകളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ LDFും UDFും ആണ്. BJPക്കാർ പ്രത്യേകം പണിയെടുക്കേണ്ട ആവശ്യമില്ല. BJPക്കാർ മുന്നിലോട്ട് വരും. ചർച്ചയ്ക്കിടയിൽ മലബാർ ചാനലിൻ്റെ ഒരു റിപ്പോർട്ട് സംബന്ധിച്ച ഒരു പരാമർശം വന്നിരുന്നു. മലബാർ ചാനലിൻ്റെ പ്രതിനിധി ആ കാര്യം വിശദീകരിക്കും. വളരെ ആവേശകരമായ ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യകരമായ ചർച്ചകളാണ് വന്നത്. അതിനിടയ്ക്ക് എൻ്റെ ഒരു മാന്യ സുഹൃത്ത് നമ്മുടെ ചെങ്ങോട്ടുകാവിലെ ഹൈമാസ് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മലബാർ ചാനൽ റിപ്പോർട്ട് ചെയ്തില്ല. ഈ റിപ്പോർട്ടർ ആരുടെ ഭാഗത്താണെന്ന് ഞങ്ങൾ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഞങ്ങൾ ജനപക്ഷത്താണ്. ഞങ്ങൾ ജനപക്ഷത്ത് നിന്നുകൊണ്ട് മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന പ്രാദേശിക ചാനലാണ്. ഇനി നിങ്ങൾക്ക് പരിശോധിക്കാം. ഇതാ എൻ്റെ ഫോണിലുണ്ട്. ഞാൻ ഒക്ടോബർ 2-ാം തീയതിയാണ് ചെങ്ങോട്ടുകാവിലെ ഹൈമാസ് ലൈറ്റ് കത്തുന്നില്ല, ചെങ്ങോട്ടുകാവ് ഇരുട്ടിലായി എന്നും പറഞ്ഞ് വാർത്ത കൊടുത്തത്. ഇത് പരിശോധിക്കുക, എൻ്റെ കയ്യിലുണ്ട്. ഇത് മലബാർ ചാനൽ റിപ്പോർട്ട് അന്ന് ചെയ്ത വാർത്തയാണ്. അപ്പോൾ ഇത് ഇത്തരത്തിൽ പറഞ്ഞതിൽ വലിയ ദുഃഖമുണ്ട്. പിന്നെ മാധ്യമപ്രവർത്തകർ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് അതൊരു വിഷയമല്ല. കാരണം എന്താ വെച്ചാൽ വിമർശനങ്ങൾ ഉണ്ടാവട്ടെ, വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വളരും. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങളെല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ്. ആർക്ക് വേണമെങ്കിലും എൻ്റെ ഫോണിൽ ആ വാർത്തയുണ്ട്. ഓക്കെ, അതാണ് അതായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിൻ്റെ ചെയ്യുന്നതിന് മുമ്പ് അവസാനത്തെ ചോദ്യം പ്രസിഡന്റിനോടാണ്. ഈ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ താങ്കളുടെ പാർട്ടി അധികാരത്തിൽ തുടരുമോ? എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ തുടരുമെന്ന് പ്രതീക്ഷിക്കാനുള്ള സംഗതികൾ എന്തെല്ലാമാണ്? തീർച്ചയായും ചെങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൻ്റെ അടുത്ത ഭരണസമിതി LDF നേതൃത്വത്തിൽ തന്നെയായിരിക്കും വരിക. കാരണം ഇന്ന് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ഈ ഒരു 5 വർഷം കൊണ്ട് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്തു തന്നെയായാലും മികച്ച രീതിയിലുള്ളതാണ് എന്ന ആത്മസംതൃപ്തിയുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ജലജീവൻ മിഷൻ്റെയും ഒരു വെള്ളം എത്താത്ത ഒരു പ്രയാസം നമുക്ക് ഇന്നുണ്ട്. അതുമാത്രമേ ഒരു പ്രയാസമായിട്ട് ഇന്നുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടുള്ള റോഡ് പ്രശ്നങ്ങളും അല്ലാതെ മറ്റു മേഖലയിൽ എല്ലാ മേഖലയിലും ഇന്ന് ചെങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന നേട്ടങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് വമ്പിച്ച വിജയമാക്കാൻ എല്ലാ പാർട്ടിക്കാരും എല്ലാവരും സഹകരിക്കുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യമായിരുന്നു നമ്മുടെ വിഷയം. അതിൽ മുൻതൂക്കങ്ങളും പോരായ്മകളും പലതും സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് വ്യത്യസ്ത പാർട്ടിക്കാരായിരിക്കുമ്പോൾ പോലും നമ്മുടെ ഏക ലക്ഷ്യം നമ്മളുടെ ഗ്രാമം വികസിക്കുക, പഞ്ചായത്ത് വികസിക്കുക, വികസന പ്രവർത്തനങ്ങൾ നടക്കുക, എല്ലാ വിഭാഗം ജനങ്ങളുടെയും ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുക. ഈ ഒരു ലക്ഷ്യത്തിലൂന്നിയിട്ടാണ് ഇവിടെയുള്ള ഡാസിലുള്ള 3 പ്രതിനിധികളും അവരുടെ പ്രസ്ഥാനങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അനിവാര്യമാണ്, അത് ഉണ്ടാവേണ്ടതാണ്, അത് തമ്മിലുള്ള ഫൈറ്റ് നടക്കും. അതിനേക്കാൾ ഉപരിയായി ഐക്യവും വികസനത്തിന് വേണ്ടി
നമ്മുടെ മാനവ ജീവിതം കൂടുതൽ കൂടുതൽ പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലും നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മലബാർ ചാനലിന് വേണ്ടി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്.